അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് സെന്ററിൽ പറയുന്നതിന് ഒരു ഹാഫ് ആൻ അവർ 15 മിനിറ്റ്സോ മുന്നേ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് എത്തി സെറ്റിൽഡ് കാര്യങ്ങളാവാം. ഇഫ് അറ്റ് ഓൾ ദർ സം പ്രൊസീജിയേഴ്സ് അവിടെ മറ്റേ എത്തിക്കഴിഞ്ഞാലുണ്ട് എവിടെയാണ് ഇപ്പോൾ മേ ബി എവിടെയാ എക്സാം നടക്കുന്ന ആ ടെസ്റ്റ് സെന്ററിൽ, അതൊക്കെ ഒന്ന് ബിൽഡിങ്ങിൽ നിന്ന് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ട. അപ്പൊ എന്നിട്ട് ആ വെയിറ്റിംഗ് ഏരിയയിൽ നിങ്ങൾ പോയി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിട്ട്. പിന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിനകത്ത് പോകുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം യുവർ പേഴ്സണൽ ലെവലിൽ നിന്ന് ഞാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഡിജിറ്റലും അനലോഗ് വാച്ചസും ഒന്നും എക്സാം ഹാളിനകത്ത് അലൗഡ് അല്ല. യു ആർ ഫ്രീ ടു ക്യാരി എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇഫ് യു വോണ്ട്. അതും ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ക്യാരി ചെയ്യാം. പിന്നെ കളർ പെൻസിൽസ്, ക്രയോൺസ്, വാട്ടെവർ നിങ്ങളുടെ ആ ഒരു കളറിങ്ങിന്റെ ആവശ്യമായിട്ടുള്ള മീഡിയം എന്താണോ ആ കാര്യങ്ങൾ കയ്യിൽ വെക്കുക. ഡോണ്ട് ഗോ ഫോർ വാട്ടർ കളറും കാര്യങ്ങളൊന്നും. കാര്യം അതൊന്നും ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ആ ടൈമൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ലെവലിലാണ് എക്സാം നടക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടോ? അതായത് ക്യാൻ സമ്മൺ ഞാൻ ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ നോക്കുകയാണ് ക്ലാസ്. അതായത് നമുക്ക് 3 സെറ്റ് എക്സാംസ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആ 3 സെറ്റ് എക്സാംസ് എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? എന്തോ 3 സെറ്റില് തേർഡ് സെറ്റ് ഏതാ പറയുന്നത്? ഡ്രോയിങ് അല്ല, ഇത് സംഭവം 3 സെറ്റ് ആയിട്ടാണ് ഉള്ളത്. അതായത് ഒന്ന് നിങ്ങൾക്ക് 2 കോമ്പോസിഷൻ മേക്കിംഗ് ഉണ്ട്. അതിൽ ഒന്ന് കളർ മീഡിയം യൂസ് ചെയ്യണതായിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് 3D മോഡൽ എന്ന് പറയുന്നത്. ആ 3D മോഡലിന്റെ ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് ഞാനിപ്പോ ഷെയർ ചെയ്ത് തരാം. അത് കണ്ട് രണ്ട് കോമ്പോസിഷൻ ഉണ്ടാക്കണ രണ്ടും 3D കോമ്പോസിഷൻസാ? അല്ല അല്ല അല്ല, അതൊക്കെ അതാ പറഞ്ഞ. അപ്പൊ ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് എക്സാമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. A3 നമുക്ക് വരാം. അതായത് A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് എക്സാമിനേഷൻ. അതായത് ഈ മൊത്തം എക്സാമിനേഷൻ 3 മണിക്കൂറാണ് നടക്കുന്നത്. ഈ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 മണിക്കൂറിൽ നിങ്ങൾ ഡ്രോയിങ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ സെറ്റിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് നമ്മുടെ, അതായത് മൂന്ന് ഷീറ്റിൽ നിങ്ങൾ ഡ്രോയിങ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് 3 ഷീറ്റുകൾ തരും. A1, A2, A3 എന്ന് പറയുന്ന 3 A4 ഷീറ്റുകൾ തരും. കൺഫ്യൂസ്ഡ് ആവരുത്. ഈ A1ഉം A2ഉം A3 എന്ന് പറയുന്ന ഷീറ്റ് സൈസുകളല്ല, നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ പേരുകളാണ്. A1 ഷീറ്റിൽ നിങ്ങളൊരു കോമ്പോസിഷൻ ചെയ്യണം, A2 ഷീറ്റിൽ നിങ്ങളൊരു കോമ്പോസിഷൻ ചെയ്യണം, A3 ഷീറ്റിൽ നിങ്ങളൊരു കോമ്പോസിഷൻ ചെയ്യണം. അതില് ഈ A1ഉം A2ഉം എന്ന് പറയുന്ന ഷീറ്റുകൾ ഉണ്ടല്ലോ, അതായത് A4 ഷീറ്റുകളുടെ താഴെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ലോഗോ മേക്കിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെവലപ്പ് എ ലോഗോ that showcases dynamic abstract pattern resembling digital waves or signals overlaid with the company's name എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ്, ഞാൻ ഒന്നുകൂടെ പറയാം. ഡെവലപ്പ് എ ലോഗോ that showcases dynamic abstract pattern resembling digital waves or signals overlaid with the company's name. അല്ലെങ്കിൽ വേണമെങ്കിൽ ക്രിയേറ്റ് എ പാറ്റേൺ ഓഫ് ഓവർലാപ്പിംഗ് ഇലക്ട്രിക്കൽ ബൾബ് പ്രൊഫൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് നാറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ലോഗോനും ഡിസൈനിങ്ങിനൊക്കെ ചോദ്യങ്ങൾ എന്താ വന്നിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ലെവലിൽ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വന്നു. അതായത് ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ, ആ ഒരു സംഭവം നിങ്ങൾ A4 കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഓർക്കേണ്ടത്, നമുക്ക് ഈ എക്സാമില് നമുക്ക് ആദ്യത്തെ ഒരു 3 മണിക്കൂറിന്റെ പരീക്ഷയില് ഹാഫ് ടൈമിൽ നിങ്ങൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് ഇപ്പൊ 10 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 11:30 ആകുമ്പോഴേക്കും നിങ്ങളുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് 2 ഡ്രോയിങ്ങും ഈ പറയുന്ന 3D മോഡൽ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ അപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ബാക്കി 1.5 മണിക്കൂർ നിങ്ങൾക്ക് അലോൺ ഇസ് ഫോർ MCQ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് അവിടെ എക്സാം സെന്ററിൽ നിന്നിട്ട് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഒരുവിധം കുട്ടികൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഡ്രോയിങ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അധികം സമയം കിട്ടുന്നില്ല. അതായത് ഡ്രോയിങ്ങും 3D മോഡലും നിങ്ങൾ 1.5 മണിക്കൂറിനകത്ത് ഉണ്ടാക്കി തീർക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ MCQന് ഇരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള 1.5 മണിക്കൂർ സത്യം പറഞ്ഞ MCQ എനിക്ക് ആവശ്യമില്ല. MCQ എക്സാം ഒക്കെ ഒരുവിധം എല്ലാ കുട്ടികളും ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ഒക്കെ
കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ആ ലെഫ്റ്റ് ഓവർ ടൈം ഈ പറയുന്ന വീണ്ടും തിരിച്ചു പോയി ഡ്രോയിങ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൈം കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് അത്രയും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഡൈനാമിക് ആയിട്ട് നിങ്ങൾക്ക് തോട്ട് പ്രോസസ്സ് നടക്കണം. ഇതിനെപ്പറ്റി ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് മൈൻഡിലേക്ക് വരുന്നത്, ആ സംഭവം നിങ്ങൾ സ്കെച്ച് ചെയ്തിരിക്കണം, പെട്ടെന്ന് സ്കെച്ച് ചെയ്തിരിക്കണം. ഓവർ തിങ്ക് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയം കാര്യങ്ങളൊന്നും ഇല്ല. മെല്ലെ മെല്ലെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ പാറ്റേൺസ് കുറച്ച് നന്നാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന പ്രാക്ടീസിലൂടെ മാത്രമാണ്. ഞാനിപ്പോ ഒരു ഇമേജ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതായത് ഇപ്പോ ഒരു കുട്ടി ചോദിച്ചല്ലോ, ഇപ്പൊ എന്താണ് ഈ പറയുന്ന തേർഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത്, A3 ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് നമ്മുടെ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ആരെങ്കിലും ഒരാൾ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ A3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് തന്നിരിക്കും. അതായത് ഇതാണ് നിങ്ങളുടെ 3D മോഡൽ ഉണ്ടാക്കേണ്ട ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനത്തെ കുറെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്പോഞ്ചിന്റെ ഈ ഒരു ഷീറ്റും, പിന്നെ അതിന്റെ കൂടെ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യൂബ്, ഹെക്സഗൺ, ഹോളോ ട്രയാങ്കിൾ, അതുപോലെ തന്നെ പെന്റഗൺസ്, ഹോളോ ആയിട്ടുള്ള റെക്ടാങ്കിൾ, ക്യൂബ്, സിലിണ്ടറിന്റെ കുറെ സെക്ഷൻസ്, കട്ട് സെക്ഷൻസ്, ക്യൂബ് സെക്ഷൻസ്, ക്യൂബോയിഡ് സെക്ഷൻസ്, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പോഞ്ചിന്റെ പാർട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഫെവി ബോണ്ടിന്റെ ഒരു ചെറിയൊരു ട്യൂബ് ഗ്ലൂ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ചിലപ്പോ ഹൈറാർക്കി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ, വാട്ട് എവർ അതർ പാറ്റേൺസ് ആർ ലൈക്ക് ഒരു അസിമെട്രിക്കൽ ബാലൻസ്, അങ്ങനത്തെ പല പല ഡിസൈൻ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്യാനായിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് സാധാരണ ഇതിന്റെ നമ്മുടെ ആദ്യത്തെ 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾ സാധാരണ ഇത് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ പറയുന്ന ബേസിൽ വെച്ചിട്ടുള്ള ബോർഡ് ഉണ്ടല്ലോ, ഈ ബോർഡില് ഒരു ഗ്രേ കളർ ആയിരിക്കും സാധാരണ ഉണ്ടാവുക. അതിന്റെ ഈ ഒരു ഫേസ് വൈറ്റ് ആയിരിക്കും. ഈ വൈറ്റ് ഫേസിലാണ് നമ്മൾ ഈ പറയുന്ന ഫെവി ബോണ്ട് കാര്യങ്ങൾ, എന്തോ ഗ്ലൂ കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ഈ പറയുന്ന പാറ്റേൺസ് വെച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളുടെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഇത് അറേഞ്ച് ചെയ്യണം. ഇത് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് വരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച്, ഇത് വലിയ അങ്ങനെ റോക്കറ്റ് സയൻസ് കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഡിസൈൻ പ്രിൻസിപ്പിൾസ് എങ്ങനെയാ, ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ ഇപ്പം ഹയറാർക്കി എന്ന് പറയുന്ന ഞാൻ ഒരു ടേം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹയറാർക്കി? അതായത് അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡർ ഓഫ് സുപ്പീരിയോറിറ്റി അനുസരിച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ഹയറാർക്കി എന്ന് പറയാം. ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആവുന്നതാണ് ബാലൻസ്. അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയിരിക്കില്ല, പക്ഷെ ഒരു വിഷ്വൽ ബാലൻസ് റെപ്രസെന്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഓരോ ടേംസ് പറയുമ്പോഴും ആ ടേംസ് എന്താന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോ ലൈക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ 3D മോഡൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അഡീഷണൽ ഇൻഫർമേഷൻ, ഇപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പൊ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കിട്ടുന്ന പ്ലസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നത്തിങ് ന്യൂ ഫോർ യു. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. എന്താണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ യു ഗെറ്റ് പ്രിപ്പയർഡ് യുവർ സെൽഫ്. എനിക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ സ്വയം നോക്കി ഓരോ പാറ്റേൺസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു ലെവലിൽ എങ്ങനെയാണ് ഓരോ പാറ്റേൺസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് പെട്ടെന്ന് മാനേജ് ചെയ്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഡ്രോയിങ് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരുപാട് നേരം ഡ്രോയിങ്ങിൽ സ്പെൻഡ് ചെയ്യാതെ ഈ പറയുന്ന 1.5 മണിക്കൂർ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മേ ബി ഇഫ് യു മോഡൽ മേക്കിങ്ങിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മോഡൽ മേക്കിങ്ങിന് കുറച്ചധികം സമയം കൊടുക്കുക, വരയ്ക്കൽ പെട്ടെന്ന് തീർക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നെ പറയാനുള്ളത് നെക്സ്റ്റ് ഇസ് അബൌട്ട് യുവർ MCQ. MCQവിൽ സാധാരണ നിങ്ങൾക്ക് വരുന്ന എന്താണ്, ഇപ്പൊ പാറ്റേൺസ്. ഓക്കെ, ഐ ടെൽ യു അബൌട്ട് ദ മാർക്സ്. ഇനി മാർക്സിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, എങ്ങനെയാ അതിന്റെ സ്പ്ലിറ്റ് വരുന്നത് എന്നുള്ളത്? എനിവൺ മാർക്കിനെ പറ്റി ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ഡ്രോയിങ് പാർട്ടിന് എങ്ങനെയാ MCQന് എങ്ങനെയാന്നുള്ളത്? നോ സർ. ഓക്കെ.
അപ്പോ ഐ ടെൽ യു, ഇതിന് നമുക്ക് സ്പ്ലിറ്റ് വരുന്നത് 25 മാർക്കിന്റെ ഡ്രോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ഈ A1 A2 പറയുന്ന 2 ഡ്രോയിങ് ക്വസ്റ്റ്യനും A3 പറയുന്നത് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള 3D കോമ്പോസിഷനും ആണ്. അപ്പൊ A1 A2 25 ഈച്ച് ആണ് വരുന്നത്. 25 മാർക്ക് വീതം 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻസിനും, അതായത് ബോത്ത് ഫോർ ദ ഡ്രോയിങ് വൺ ആൻഡ് ഫോർ ദ കളറിംഗ് വൺ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന 3D കോമ്പോസിഷന് 30 മാർക്കാണ് വരുന്നത്. അപ്പോ സ്പ്ലിറ്റ് മനസ്സിലാക്കുക, 25 30. അപ്പൊ തന്നെ ഇപ്പൊ എത്ര മാർക്കായി? 50 + 30 80 മാർക്സ് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റത്തെ 1.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. ബാക്കി നിൽക്കുന്ന 120 മാർക്ക്, അപ്പൊ ടോട്ടല് നമുക്ക് ഈ 200-ലാണല്ലോ നാറ്റ സ്കോർ ഉണ്ടാവുക. ആ ബാക്കിയുള്ള 120 മാർക്സ് ആണ് നിങ്ങളുടെ MCQന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഈ പറയുന്ന MCQന്റെ സ്കോർ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ അറിയാൻ പറ്റും. അതായത് നിങ്ങൾ വൺസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേ ആയിട്ട് നിങ്ങളുടെ സബ്മിറ്റ് യുവർ ആൻസേഴ്സ് കൊടുക്കുന്ന സമയത്ത് സ്പോട്ടിൽ ഈ പറയുന്ന 120-ൽ വരുന്ന നിങ്ങളുടെ മാർക്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ളത് വിതിൻ 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സിനകത്ത് നിങ്ങളുടെ ID കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കോറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നോക്കേണ്ടത് ഒരു കാര്യം, നാറ്റയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ID കാർഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതായത് നാറ്റയുടെ ഹോൾ ടിക്കറ്റിന് പുറമെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ID കാർഡ്, അതായത് ഇറ്റ് ക്യാൻ ബി യുവർ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID, ലൈസൻസ് ഇഫ് എനി കിട്ടിയിട്ടുണ്ടാവില്ല ചിലർക്കെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അവരെടുത്തുണ്ടെങ്കിൽ ലൈസൻസ് നിർബന്ധമൊന്നുമില്ല, ആധാർ കാർഡും മതി. ആധാർ കാർഡിന്റെ ഒരു കോപ്പിയും കൂടെ അല്ലെങ്കിൽ ഒറിജിനൽ എങ്ങാനും നമ്മുടെ കയ്യിൽ വെക്കണം. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ ഈ പറയുന്ന ഇതിലേക്ക് കയറുന്ന സമയത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വരും. പിന്നെ ഒരുപാട്, അതായത് ID കാർഡ് വെക്കുമ്പോൾ മാക്സിമം അടുത്തുള്ളത് ഒരു നിയർ 5 ഇയേഴ്സിനകത്ത് ഒരു 4-5 കൊല്ലത്തിനകത്ത് ഉള്ള ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിലുള്ള ഫോട്ടോ ID കയ്യിൽ വെക്കരുത്. അപ്പൊ അങ്ങനെ അതൊന്നും നിങ്ങൾ ചെയ്യില്ലെന്നറിയാം, എന്നാലും ജസ്റ്റ് ടു ബി പ്രിപ്പയർഡ് ഐ ആം ജസ്റ്റ് സെയിങ്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ എത്ര ഫോട്ടോഗ്രാഫ്സ് കൈ പിടിക്കണ്ട്? ഫോട്ടോഗ്രാഫ്സ് ഒന്നും അങ്ങനെ കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ID കാർഡ് കാര്യങ്ങളാണ് വേണ്ടത്. ID കാർഡിൽ ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, പിന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ ഉണ്ടായിരിക്കും. അപ്പൊ അവര് ഈ പറയുന്ന ID കാർഡും നിങ്ങളുടെ ഹോൾ ടിക്കറ്റും വെച്ച് ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രൊസീജിയേഴ്സ് ഇല്ല. പിന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ കുറച്ചു പേർക്കെങ്കിലും. ഹോൾ ടിക്കറ്റിനകത്ത് എന്താണ് സാധാരണ കണ്ടിട്ടുള്ളത്? ആരുടെയെങ്കിലും കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉള്ളവരുണ്ടോ ഇപ്പൊ? അഡ്മിറ്റ് കാർഡ് അല്ലേ? അഡ്മിറ്റ് കാർഡ് ഇല്ലേ? അപ്പൊ അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്നൊന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് പേജില് ഓക്കെ, അല്ല കുഴപ്പമില്ല. നിങ്ങളുടെ ID കാർഡിനകത്ത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കണ്ടോ? ആപ്ലിക്കേഷൻ നമ്പറിന് താഴെ റോൾ നമ്പർ എഴുതിയിട്ടുണ്ട്, ഒരു ടെസ്റ്റ് പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതിലുള്ള റോൾ നമ്പറും ടെസ്റ്റ് പാസ്വേഡും വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇരിക്കുന്ന PC-യിലോട്ട് ലോഗിൻ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പറിൽ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ അതിലെ റോൾ നമ്പറും ടെസ്റ്റ് പാസ്വേഡും വെച്ചിട്ട് അത് നിങ്ങളുടെ ടെസ്റ്റ് സെന്ററിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻചാർജ് ഉണ്ടായിരിക്കും, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് റോൾ നമ്പറും ടെസ്റ്റ് പാസ്വേഡും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുക. അപ്പൊ കുറച്ച് കുട്ടികളെങ്കിലും ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുന്ന, തെറ്റിയിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനില്ല, നിങ്ങൾക്ക് ലോഗിൻ ആവില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ റോൾ നമ്പറും ടെസ്റ്റ് പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. പിന്നെ പ്രിന്റ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ ഈ ഫസ്റ്റ് പേജ് ആണ് നമ്മൾ പ്രിന്റ് ഔട്ട് കൊണ്ടുപോകണ്ടേ? അതാണല്ലോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുന്നത്. അതായത് അപ്പോയിന്റ്മെന്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന്റെ പേജുള്ള ഒരു ഫ്രണ്ട് പേജ് ഇല്ലേ, അതിനകത്ത് രജിസ്ട്രാറിന്റെ ഒക്കെ സൈൻ ഉള്ള ഒരു ഷീറ്റ്. അത് മാത്രം മതിയല്ലോ അല്ലേ? അത് തന്നെ ആവശ്യമുള്ളൂ. ആ PDF വേറെ പേജസ് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ. അത് മറ്റേ ID കാർഡ് ആസ് ഓഫ് സച്ച് അത് മാത്രം തന്നെ ഉണ്ടാവുള്ളൂ, അത് തന്നെ ആവശ്യം വരുള്ളൂ. പിന്നെ വേറെ പറയാനുള്ളത്, പിന്നെ ബാക്കിയുള്ള ഇഫ് ഇനി നിങ്ങൾക്ക് MCQ ചെയ്യണ സമയത്ത് റഫ് ഷീറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ ടെസ്റ്റ് ഇൻചാർജിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവര് ചെയ്തുതരും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പൊ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് എക്സാം, എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി മാത്രമാണ്.
ഇത് ഒരിക്കലും നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടാണ് പോകുന്ന എക്സാം ഏത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ പറ്റാത്തത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൈയോടെ എന്തെങ്കിലും അപ്പൊ അവിടെ ടെസ്റ്റ് ഇൻചാർജ് ഉണ്ടായിരിക്കും, അപ്പൊ അവർ കോർഡിനേറ്റ്. ഇപ്പോ മേ ബി ഇപ്പോ ഗ്ലിച്ചസ് വരാം, അതായത് PC ഇഷ്യൂസ് വരാം. കാര്യം ഇതെല്ലാം ഒരു സെർവറിനെ ബേസ് ചെയ്തിട്ടാണ് മൊത്തം സിസ്റ്റം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ കമ്പ്യൂട്ടർ എറേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ വൈറ്റ് സ്ക്രീൻസ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 പ്രിന്റ് ഔട്ട് ആദ്യം തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. അതിൽ A1 A2 A3 അതില് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫുള്ളി നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളത് ടെസ്റ്റ് ഇൻചാർജിന്റെ അടുത്ത് പറയാ എന്റെ ക്വസ്റ്റ്യൻ അധികം ഫുള്ള് വിസിബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോ അതിനുള്ള ഇഷ്യൂ മറ്റേ അതിന് ഓപ്പൺ ആണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പറയുന്നത് നമ്മൾ വൺസ് PC ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ അതിന്റെ മറ്റേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആ സ്ക്രീനിൽ വിസിബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്രിന്റ് ഔട്ടിൽ ആ ഫുൾ ക്വസ്റ്റ്യൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PC സ്ക്രീനിൽ നിന്ന് അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എക്സാമിന് ഇപ്പോ ഹാഫ് ആൻ അവർ ബിഫോർ നിങ്ങൾ വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഇനി എന്തൊക്കെയുള്ളതെന്ന് പ്രോപ്പറായിട്ട് വായിച്ചു നോക്കാനുള്ള ഒരു സിസ്റ്റമാണ്. അതായത് എന്നിട്ട് നിങ്ങൾ താഴെ വായിച്ചു കഴിഞ്ഞാൽ എക്സാമിന് കയറുന്നതിന് മുന്നേ ആവറേജസ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ചോയ്സ് ഓഫ് ലാംഗ്വേജ്, അത് മാറ്റി നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കണം. ഇംഗ്ലീഷോ ഹിന്ദി റീജിയണൽ ലാംഗ്വേജ് എന്നാണ്, പക്ഷെ അത് സാധാരണ ഹിന്ദിയാണ് കിടക്കാറ്. നമ്മളത് മേക്ക് ഷുവർ യു ആർ ക്ലിക്കിംഗ് ഇംഗ്ലീഷ്, എന്നിട്ടാണ് നിങ്ങൾ നെക്സ്റ്റിലേക്ക് പോകുന്നത്. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് ടെസ്റ്റ് ഇൻചാർജ് പറയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടുത്തെ സെന്ററിൽ ഉണ്ടായിരിക്കും. അപ്പൊ മാമോ സാറോ ആരോ വെച്ച് കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തരും. പിന്നെ ഉള്ളത് അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന എക്സാമിന് എന്തൊക്കെയാ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഹൗ യു ഡീൽ വിത്ത് യുവർ എക്സാം. എന്തോ ഫസ്റ്റ് തന്നെ 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതില് ഒരെണ്ണം ഒരു ഇങ്ങനെ ലോഗോ 2D കോമ്പോസിഷൻ, ഒന്ന് 3D അല്ലേ വരിക? അതിൽ ഒരെണ്ണം അല്ല അങ്ങനെയല്ല. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതില് 2 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ലോഗോ ഡിസൈനിങ്ങും പിന്നെ ഒരെണ്ണം ഈ പറയുന്ന ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ലഗേജിനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബ് കൊണ്ട് ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണ്ടാവും. ഇപ്പൊ സാധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുന്ന് ഇഗ്നൈറ്റിലെ ഡ്രോയിങ് ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓരോ ടെസ്റ്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ? ഇപ്പോ ബേർഡ്സ് ഐ വ്യൂ വരയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോ ഒരു സർക്കസിൽ ഇപ്പോ എനിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സർക്കസിൽ ഈ പറയുന്ന മറ്റേ ഈ നമ്മുടെ അല്ല വാട്ട് ഐ വാസ് സേയിങ് ഇസ് സർക്കസിൽ നമുക്ക് ഉണ്ടാവില്ലേ ഈ പറയുന്ന ഊഞ്ഞാലൊക്കെ ചാടുന്ന മറ്റേ എന്താ പറയാ അവരെ, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. അവരിങ്ങനെ അവരുടെ സ്കിൽസ് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, സ്വിങ് ചെയ്ത് ചാടുക എന്നുള്ളത്. അപ്പൊ 1 ക്വസ്റ്റ്യൻ വാസ് ദാറ്റ് അവരവിടെ മുകളിൽ നിന്ന് നിന്നിട്ട് ആ പറയുന്ന ഊഞ്ഞാല് പിടിച്ചിട്ട് അവരുടെ കൈ കൊണ്ട് പിടിക്കുക. താഴെ നോക്കുന്ന സമയത്ത് താഴെ നിങ്ങൾക്ക് ഇരിക്കുന്ന വ്യൂവേഴ്സിനെ കാണാനൊക്കെ പറ്റും. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ വ്യൂ വരയ്ക്കുക. അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കുന്ന സമയത്ത് നേരത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യു വിൽ ഹാവ് എ ഡ്രോയിങ് ക്വസ്റ്റ്യൻ സംതിങ് ലൈക്ക് ദാറ്റ്, ഈ 3D കോമ്പോസിഷൻസ് അല്ലാതെ തന്നെ. മനസ്സിലായോ? അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അത് 2 എണ്ണമാണ് നിങ്ങളുടെ ഡ്രോയിങ് ക്വസ്റ്റ്യൻ വരുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യനിൽ 3Dയിലാണ് തന്നിട്ടുള്ള പാറ്റേൺസ് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ട്, ഡാറ്റ കിറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഈ പറയുന്ന പാറ്റേൺസ് വെച്ചിട്ട് ഒരു 3D കോമ്പോസിഷൻ ഉണ്ടാക്കാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഫെവി ബോണ്ട് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിക്ക് ചെയ്തിട്ട് ആ പറയുന്നത് നേരത്തെ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തന്നില്ലേ, ഒരു പാറ്റേൺസ് വെച്ചിട്ട് ഉണ്ടാക്കുക. അതാണ് ഈ 3rd ക്വസ്റ്റ്യൻ. ഇതെല്ലാം 1.5 മണിക്കൂർ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചാൽ ഒട്ടിക്കണം, ആ ഷീറ്റിനകത്ത് ഒട്ടിക്കണം. A3 ഷീറ്റ് ഉണ്ടല്ലോ, അത് വേറൊന്നും ചെയ്യാല്ല. ഇല്ല ആ ഫെവി ബോണ്ട് വെച്ചിട്ട് അവര് ഒരു ഡ്രോയിങ് ഏരിയ ഉണ്ട്. ഐ മീൻ ആ ഷീറ്റിൽ ബോർഡർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു വൈറ്റ് പ്ലെയിൻ ഏരിയ ഉണ്ട്, അവിടെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. കാര്യം എന്താ വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ടെസ്റ്റ് ഇൻചാർജസ് ആണ് ചെയ്യുക. അതായത് അതിന് വേറൊരു പ്രൊസീജിയറാണ്, അത് കോൺഫിഡൻഷ്യൽ ആണ്. അത് നിങ്ങൾക്ക് ലൈക്ക് അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് അത് ടെസ്റ്റ് ഇൻചാർജിന് മാത്രം അറിയുന്ന ഒരു പ്രൊസീജിയറാണ്. അത് അവര് നോക്കിക്കോളും. പിന്നെ നിങ്ങൾ അതാ പറഞ്ഞത് 1.5 മണിക്കൂറിനകത്ത് നിങ്ങൾ അത് തീർത്തില്ലെങ്കിൽ
ഈ പറയുന്ന സെക്കൻഡ് സംഭവം നമ്മൾ ഒരു ഇത്ര സമയത്തിനകത്ത് ടെസ്റ്റും ചാർജ് ചെയ്യേണ്ടതാ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് അങ്ങനെ വാലിഡ് ആവില്ല. അപ്പോ നിങ്ങൾക്ക് ഞാൻ വാട്ട് ഐ കമ്മിങ് ടു സേസ്, നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എക്സ്ട്രാ കോമ്പോസിഷൻ ചെയ്യാൻ കിട്ടില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങളുടെ MCQ അവിടെ ഓപ്പൺ ആവും. ഓരോ നിമിഷവും നിങ്ങൾ ഡ്രോയിങ്ങിൽ വേസ്റ്റ് ചെയ്യുന്നത് MCQല് പോകുന്ന ഓരോ മിനിറ്റുകളാണ്. അപ്പൊ നിങ്ങൾ അവിടുന്ന് മെല്ലെ പോയിട്ട് ഡ്രോയിങ് സെപ്പറേറ്റ് ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് നിങ്ങൾ മോഡൽ മേക്കിംഗ് നിങ്ങളുടെ ഡ്രോയിങ് ഒക്കെ ചെയ്യുക. നിങ്ങൾ തിരിച്ച് PC-യുടെ അടുത്ത് വന്നിരുന്നിട്ട് ബാക്കി 1.5 മണിക്കൂർ എഗെയിൻ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ വായിച്ച് ലാംഗ്വേജ് ടിക്ക് ചെയ്ത് യു വിൽ സ്റ്റാർട്ട് ഓഫ് യുവർ MCQ ആൻസർ. ഈ MCQ ആൻസർ എന്തോ പറഞ്ഞു. അപ്പൊ നമ്മള് വരച്ചോണ്ടിരിക്കുന്ന നമുക്ക് ടൈം അറിയാൻ പറ്റില്ല. ടൈമൊക്കെ ഇവിടെ സെന്ററിന്റെ നിങ്ങളുടെ PC-യിൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോ ടൈം എന്ന് പറയാൻ എന്താ, നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ടെസ്റ്റും ചാർജസ് തരും. ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴും 30 മിനിറ്റ്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇത്ര സമയമാണ് ബാലൻസ് ഉള്ളത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. വാച്ച് കാര്യങ്ങളൊന്നും ക്യാരി ചെയ്യരുത്, കാര്യം വാച്ച് അലൗഡേ അല്ല. പിന്നെ ഒരു കാര്യം ഒന്ന് ഓർക്കേണ്ടത്, പിന്നെ അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, തമ്മിൽ ചോദിച്ച് കാര്യങ്ങൾ എഴുതരുത്. എങ്ങാനും ഇനിയിപ്പോ അടുത്തടുത്തായിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ സംഭവങ്ങളും സ്ട്രിക്ട്ലി മോണിറ്റേർഡ് ബൈ COA ആണ്. കാര്യം എന്താ വെച്ചാൽ പറയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ വാസ്, ഒരു സ്റ്റുഡന്റ് ഇപ്പോ 3 എക്സാമിന് രജിസ്റ്റർ ചെയ്തു. അതെങ്ങനെ രജിസ്റ്റർ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് സെഷൻ, ഈവനിങ് സെഷൻ, പിറ്റേ ദിവസവും ഫസ്റ്റ് സെഷൻ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ പറയുന്ന COA അത് നോട്ട് ചെയ്തിട്ട് അവരെന്നിട്ട് നെക്സ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ പിങ്ക് ഷർട്ട് ഇട്ട കുട്ടിയല്ലേ ചെയ്തതെന്നാണ് ചോദിച്ചത്. അതായത് പറഞ്ഞു വന്നത്, അവര് പ്രോപ്പർ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അവര് നിങ്ങളുടെ ഡ്രസ് കളർ വരെ നോട്ട് ചെയ്ത് നിങ്ങൾ ഏത് പൊസിഷനിലായിരുന്നു അങ്ങനെ വരെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു രീതിയിലുള്ള മാൽ പ്രാക്ടീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സാമിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള സിറ്റുവേഷനും ഇല്ല. പിന്നെ അത് നിങ്ങളുടെ ഒരു വലിയൊരു എക്സാം ആയതുകൊണ്ട് അങ്ങനത്തെ മെത്തേഡ്സ് ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും ഇല്ല. വരിക നമ്മുടെ സമയത്തിന് അനുസരിച്ചിട്ട് വി റൈറ്റ് യുവർ എക്സാം വെൽ. പിന്നെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, ലീവ് ചെയ്യുക എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ലീവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കാര്യങ്ങളൊന്നും എക്സാം ഹാളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതേപോലെ കളർ ചെയ്യണ ക്വസ്റ്റ്യന് ഏതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനല്ലേ കളർ ചെയ്യാനുണ്ടാവുള്ളൂ? അതെ, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കളർ ചെയ്യാനുണ്ടാവുള്ളൂ. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവൂലേ ഏതാ ചെയ്യേണ്ടത്? അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഏത് ക്വസ്റ്റ്യൻ ആണ് കളർ ചെയ്യേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തന്നെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ലോഗോ ഡിസൈൻ എങ്ങനെ വരുന്നത് കളർ ചെയ്യാനിരിക്കുക? ലോഗോ ഡിസൈനിന് സാധാരണ ലോഗോ ഡിസൈനിന് കളർ യൂസ് ചെയ്തേക്കുന്ന കണ്ടിട്ടൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ചോയ്സ് ആണ്, ലോഗോന് ഇനിയിപ്പോ കളർ വേണോ വേണ്ടോ എന്നുള്ളത്. ലോഗോ ഡിസൈനിൽ കളർ ചെയ്തിട്ടുള്ളവരുണ്ട്. സാധാരണ ലോഗോ ഡിസൈനിൽ എനിക്ക് തോന്നുന്നു ആളുകൾ കളർ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. പക്ഷെ അഗെയിൻ അതാ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ അത് ഉണ്ടായിരിക്കും. പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആൻഡ് കട്ട് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയും ലോഗോ ഡിസൈനിൽ കളർ യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അവര് പറയും ചിലപ്പോ യു ക്യാൻ മറ്റേ വല്ല വൈബ്രന്റ് പാറ്റേൺസോ കളേഴ്സോ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനകത്ത്. പിന്നെ അബൌട്ട് ഞാൻ MCQനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ MCQ ആൻസർ ചെയ്യുന്ന സമയത്ത് 1.5 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഒരുപാട് സമയമാണ് വരുന്നത് പ്രോപ്പർ ആയിട്ട് റീചെക്ക് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് ഇവാലുവേറ്റ്, അതായത് ഇപ്പോൾ നെക്സ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും താഴെ ബോട്ടം റൈറ്റ് കോർണറിൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷനും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു 3rd ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഇവാലുവേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് ക്വസ്റ്റ്യൻസ് വിസിബിൾ ആകുമ്പോൾ ആൻസർ ചെയ്തിട്ടുള്ളതെല്ലാം വല്ല ഗ്രീനോ ബ്ലൂ കളറിലും ഇവാലുവേറ്റ് ഒരു വയലറ്റ് കളറിലോ ഉണ്ടാവുക. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് തിരിച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ വേണമെങ്കിൽ മാറ്റി കുത്താനും ഓപ്ഷൻ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതെല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് പറയുക. അതായത് സബ്മിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സാമിന് 10 മിനിറ്റ് മുന്നേ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് സ്കോർ അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 അറ്റംപ്റ്റ് ഉണ്ടല്ലോ, 3 അറ്റംപ്റ്റില് ഈ പറയുന്ന സ്കോറ് നിങ്ങൾ എപ്പോഴും നല്ല സ്കോർ കിട്ടാൻ തന്നെയാണ് നോക്കേണ്ടത്. മാക്സിമം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകൾ തരുന്നതും കാര്യങ്ങളൊക്കെ വെൽ ആൻഡ് ഗുഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന
എന്താ പറയുന്നത്, സ്കോർ ഉണ്ടല്ലോ, സ്കോർ ഔട്ട് ഓഫ് 120 കിട്ടില്ലേ, അപ്പൊ അത് ഒരു നല്ലൊരു സ്കോർ തന്നെ കിട്ടാൻ നോക്കുക. കാര്യം ബാക്കി 25, 25, 30 എന്ന് പറയുന്നത് ഏത് ലെവലിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു വാട്ട് ഐ എം സെയിങ് ഇസ് എനി സ്കോർ അബവ് ഒരു മറ്റേ 80+ ആയിട്ടുള്ള സ്കോറുകളൊക്കെ നല്ല സ്കോറുകളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഡീസന്റ് സ്കോർ ചെയ്യാൻ പറ്റും. ഐ എം നോട്ട് സെയിങ് 80 ബിലോ പൊട്ടയാണെന്ന് പറയുന്നില്ല. ഇപ്പൊ ഒരാള് 60 അല്ലെങ്കിൽ ഒരു 55 കിട്ടിയാലും ബാക്കി ഡ്രോയിങ് പാർട്ട് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 110 to 120 റേഞ്ചിലൊക്കെ പോകാൻ പറ്റും. പക്ഷെ അഗൈൻ നിങ്ങൾ ആലോചിക്കേണ്ടത് MCQം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈവൻ ബെറ്റർ, അതായത് ബെറ്റർ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടിയാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു പോവാ. പിന്നെ 3 അറ്റംപ്റ്റ് ഉണ്ട്. അപ്പോൾ കൂടുതൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ സ്കോർ എന്നുള്ള ഏതാണോ ബെറ്റർ സ്കോർ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സ്കോർ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിവൺ? സർ, ഈ 3D കോമ്പോസിഷൻ ഇല്ലേ, അത് ഈ മൂവ്മെന്റ് അനുസരിച്ചിട്ട് അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. 3D കോമ്പോസിഷൻ ലൈക്ക് 3D കോമ്പോസിഷൻ അതിനെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ബേസ്ഡ് ആയിട്ടുണ്ടാവുക? ക്വസ്റ്റ്യൻസ് 3D കോമ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് ഒരു ജോമെട്രിക്. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഇപ്പൊ ചോദിച്ചിട്ടുള്ള നാറ്റയുടെ പേപ്പർ ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടുന്ന്. അതായത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ ഈ കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ള നാറ്റയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അല്ല അതിനകത്ത് 3D ക്വസ്റ്റ്യൻ ഇല്ല തോന്നുന്നു, പക്ഷെ ഷോ യു ദ പേപ്പർ എനിവേ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോ 3D ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിട്ടുള്ളത് ഈ പറയുന്ന ജോമെട്രിക് പാറ്റേൺസ് വെച്ചിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി ഫീൽ ചെയ്യണം നിങ്ങൾക്ക് ഈ പാറ്റേൺസിന്റെ യൂസേജ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇന്നൊരു ഇമോഷൻ കൺവേ ആവണം, അങ്ങനത്തെ ലെവലിലുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പൊ അതിനിപ്പോ ഇന്നത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമുക്കിപ്പോ എല്ലാവർക്കും ഒരുവിധം ഒരേ പാറ്റേൺസ് ആണ് കിട്ടുക. ആ പാറ്റേൺസ് വെച്ചിട്ട്, അതായത് ഒരുവിധം കട്ട് ഷേപ്സ് എല്ലാം സെയിം ആയിരിക്കും. അതിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അടുത്തിരിക്കുന്ന ഒരാളുടെ മോഡൽ സെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് വരേണ്ടത് എന്നൊരു നിർബന്ധമില്ല പറയാം. അതാണ് ഇതിൽ കിടക്കുന്നത്. അല്ലാതെ ഇപ്പോ അങ്ങനെ ഒരു ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങളിപ്പോ ഒരു പാറ്റേൺ പഠിക്കുമല്ലോ, അപ്പോ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഓരോ ഡിസൈൻ പ്രിൻസിപ്പിളും എന്ത് ഇമോഷൻ ആണ് കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, ഗ്രേഡിയന്റ് എന്താണ്, അല്ലെങ്കിൽ ഹൈറാർക്കി എന്താണ്, ബാലൻസ്, ഇംബാലൻസ്, അസിമെട്രിക്കൽ ബാലൻസ്, ഹാർമണി, പിന്നെ അതുപോലെ വാട്ട് ഈസ് ഇപ്പോ ചില ഷേപ്സ് കാര്യങ്ങളൊക്കെ ഇമോഷൻസ് എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്, ടെൻഷൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ടെൻഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വീഴാൻ നിൽക്കുന്ന ഒരു ബാലൻസ് ചെയ്തിട്ട് പക്ഷെ ജസ്റ്റ് ടച്ച് അവേ ഫ്രം ഫോളിങ് അപ്പാർട്ട് എന്ന് പറയില്ലേ, അതൊക്കെ ചിലപ്പോ ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് പാറ്റേൺ എങ്ങനെയാ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം വേണം നോക്കാനായിട്ട്. അതാണുള്ളത്. അപ്പൊ നമുക്ക് തൽക്കാലം എന്താണ് ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം അല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് പറയാം. വൺ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ റിമെമ്പർ ഇസ് സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് റോക്ക്, ഐ മീൻ വാട്ട് ടൈപ്പ് ഓഫ് കാറ്റഗറി ഡസ് ദി സാൻഡ്സ്റ്റോൺ ഫോളോ അണ്ടർ?
ഈ പറയുന്ന എന്ത് ടൈപ്പ് ഓഫ് റോക്ക് എന്ന് പറയില്ലേ, ആ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മുടെ കോമൺ ആയിട്ടുള്ള അനാലിറ്റിക്കൽ ആൻസറിങ് ക്വസ്റ്റ്യൻസിൽ തന്നെ കൗണ്ടിങ് ഒരു പാർട്ടായിട്ട്, അതായത് ഇപ്പോൾ ജംഗ്ഷൻസ് കൗണ്ട് ചെയ്യുക എത്ര നമ്പർ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാറ്റേൺ തന്നിട്ട് അതിലിപ്പോ ഹൗ മെനി ഡയമണ്ട് ഷേപ്സ് ആർ ദെയർ, അതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിട്ടുള്ളായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന എന്താ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അവര് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാക്സിമം വരുന്നില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യമല്ല, ഓരോ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും സെയിം ആയിരിക്കില്ല നിങ്ങളുടെ ടെസ്റ്റ് സെന്ററിൽ. നിങ്ങളുടെ ടെസ്റ്റ് സെന്ററിൽ ഇപ്പോൾ 20 പേരുണ്ടെങ്കിൽ 20 പേർക്ക് 20 പേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവർ അത്രയും സ്റ്റഡി പാർട്ട്, ഈ റിസർച്ച് പാർട്ട് നടത്തിയിട്ടാണ് ഈ പറയുന്ന നാറ്റ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ അത്രയും നിങ്ങൾ എത്രത്തോണ്ട് പ്രിപ്പയർ ചെയ്യുന്നോ അത്രത്തോണ്ട് നിങ്ങൾക്ക് ഈസിയർ ആയിരിക്കും എക്സാം ഉണ്ടാകുന്നുള്ള കാര്യം ഫീലാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ജസ്റ്റ് എ സെക്കൻഡ്. സർ, ഈ മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരില്ല. മാത്സ് ബേസിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അഡീഷൻ സബ്ട്രാക്ഷൻ മാത്ത് ഉണ്ടാവില്ലേ, അതൊന്ന് ആഡ് ചെയ്യാനും ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാറ്റേൺ റീഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു ബേസിക് മാത്ത് മാത്രമേ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ജെഇക്കൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ. അല്ലാണ്ട് ഈ ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ അതൊന്നും പഠിക്കണല്ലേ? അതൊന്നും വരാനൊന്നും ചാൻസ് ഇല്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പൊ കണ്ടോ, ഞാനിപ്പോ അത് ഇതിനകത്തൊക്കെ നോക്കി നോക്ക്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ what is this question number, count the number of vertices കണ്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇതിന് അങ്ങനത്തെ മാത്ത് നിങ്ങൾക്ക് അറിയേണ്ടി വരും, അല്ലാതെയുള്ള മാത്ത് കാര്യങ്ങളൊന്നും അറിയണ്ട. ഇപ്പൊ അതിലിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞുതരാം. A piece of paper is folded through the dotted line. What will be the result of the image എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് മൈൻഡിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുവെച്ചാൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾക്ക് ഒരു റഫ് പേപ്പർ തന്നിട്ടുണ്ടായിരിക്കില്ലേ, ആ റഫ് പേപ്പറിനകത്ത് ഈ പറയുന്ന ഷേപ്പ് വരച്ചു നോക്കുക, എന്നിട്ട് അത് ഫോൾഡ് ചെയ്ത് നോക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യുക. അത് നിങ്ങളുടെ MCQ ഏതാ ഉള്ളത് വെച്ചാൽ ആൻസർ ചെയ്യുക. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞത് അപ്പർ സ്പോട്ടിൽ നമ്മൾ ഓർത്തെടുത്തിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന്റെ MCQs ഒന്നും നമുക്ക് ഇതിനകത്ത് കണ്ടുവന്ന് വരില്ല. നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രസന്റേഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഐ ജസ്റ്റ് ടെൽ യു സംതിങ്. A lower wall of 1 meter is made up on a roof or floor is known as a parapet, lintel, beam എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് പാരപ്പറ്റ്, അപ്പൊ അതെന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത്, ഈ പറയുന്ന ഡിസ്കഷൻസ് ഇതിനുള്ള എല്ലാ MCQസും ഇപ്പോഴത്തെ സെഷനിൽ ലെറ്റ്സ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്താ അതെന്ന് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ മോർ ദാൻ ജസ്റ്റ് ആൻസറിങ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് എന്താണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരപ്പറ്റ് വോളും കേട്ടിട്ടുണ്ടോ? എന്താ പാരപ്പറ്റ്, എവിടെയാ കൊടുക്കുന്നത് എന്നുള്ളത്? എനിവൺ? അതായത് നമ്മള് ഈ ടെറസുകളിലൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമല്ലോ ഒരു ചെറിയ പോർഷനിൽ 1 മീറ്ററിൽ നമ്മുടെ ടെറസുകളുടെ ഒക്കെ ഹാൻഡ് റെയിലൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ വോൾ ഏരിയ അല്ലേ, അതിനെയാണ് നമ്മൾ സാധാരണ പാരപ്പറ്റ് എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് പാരപ്പറ്റ് ആണ് ഇതിന്റെ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ എന്ന്. ലോ പാരപ്പറ്റ് ആണ്. പക്ഷെ അത് കൂടാതെ ലിൻഡലും ബീമും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലെറ്റ്സ് ലുക്ക് വാട്ട് ഇസ് ലിൻഡൽ ആൻഡ് ബീം. സോറി, ഇതിന്റെ ഒരു LINTEL എന്നാണ്, LINTLE എന്നാണ് തെറ്റി വന്നിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക വായിക്കുന്ന സമയത്ത്. ഈ ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറും വിൻഡോസും ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഡോറൊക്കെ ഇരിക്കുന്ന ആ ഒരു ഹൈറ്റ് എത്രയാന്ന് നിങ്ങൾക്ക് അറിയോ? എനിവൺ? ലിൻഡൽ ഹൈറ്റ് അതൊക്കെ നാറ്റ ക്വസ്റ്റൻ അല്ലേ? ഒന്നും അറിയില്ല എപ്പോഴും. എത്ര മീറ്ററിലാണ് അല്ലെങ്കിൽ എത്ര സെന്റിമീറ്ററിലാണ് ലിൻഡൽ ഉണ്ടാവുക എന്നുള്ളത്?
സി ഇങ്ങനത്തെ ബേസിക് സർ കാര്യങ്ങളൊക്കെ 7 അറിഞ്ഞിട്ട് ഫീറ്റ് അല്ലേ? യാ മോർ ലൈക്ക് നിങ്ങൾ 7 ഫീറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒറ്റ മെഷർമെന്റ് അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഏതിലാണ് ഇപ്പൊ ഫീറ്റ് ടു മീറ്റർ കൺവേർഷൻ എന്ന് പറയില്ലേ, ആ സംഭവം ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. 7 ഫീറ്റ് ഇസ് എ റൈറ്റ് ആൻസർ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ 7 ഫീറ്റ് മീറ്ററിൽ എത്രയാണ്, സെന്റിമീറ്ററിൽ എത്രയാണെന്നും കൂടെ അറിയാം. ഇപ്പൊ 7 ഫീറ്റ് വിച്ച് ഇസ് 2.1 മീറ്റേഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഫീറ്റ് ടു മീറ്റർ കൺവേർഷൻ എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം എങ്ങനെയാന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30.48 ആണ് അപ്രോക്സിമേറ്റ്ലി ഈ മീറ്റർ അതിന്റെ സെന്റിമീറ്ററിലുള്ള മെഷർമെന്റ് വരുന്നത്. അപ്പൊ ഈ പറയുന്ന 7 into 3 30 എന്നുള്ള കാര്യം നോക്കിയിട്ട് അപ്പൊ അതിന്റെ മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്ററിലുള്ള എത്രയാണെന്ന് അറിയണം. അപ്പോൾ ലിൻഡൽ ഇസ് സപ്പോസ് ടു ബി 7 ഫീറ്റ് ഇസ് എ റൈറ്റ് ആൻസർ. അതായത് 7 ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.1 മീറ്റേഴ്സ് ഓർ 210 സെന്റിമീറ്റേഴ്സ്. അതിലാണ് നമ്മുടെ ലിൻഡൽ ഇരിക്കുക. ഈ ഫംഗ്ഷൻ ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ടു ക്യാരി ദ ഐ മീൻ സസ്റ്റെയിൻ ദ ഡോറിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബീമായിട്ടാണ് ഈ ലിൻഡൽ ആക്ട് ചെയ്യുന്നത്. ആ ലിൻഡൽ അതിന്റെ മുകളിലുള്ള ബാക്കി ഇപ്പൊ 2.1 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മീറ്ററിന്റെ റൂം ആണെന്നുണ്ടെങ്കിൽ ആ 2.1 തൊട്ടിട്ട് 3 മീറ്റർ വരെ ആ 0.9 മീറ്റേഴ്സിലുള്ള ഒരു വോള്യൂം മൊത്തം ക്യാരി ചെയ്യാൻ നമ്മുടെ ലിൻഡൽ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ലിൻഡൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റും റീഇൻഫോഴ്സ്മെന്റ് ബാറുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഇനി ബീം എന്ന് പറയുന്നത് സാധാരണ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ബീം കോളം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ബീം എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ഒരുപാട് വാൾസ് കാര്യങ്ങൾ ഇപ്പൊ ഒരു സൂപ്പർ സ്ട്രക്ചർ വരുന്നുണ്ട്. സൂപ്പർ സ്ട്രക്ചർ പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഓരോ റൂംസും വേറെ വേറെ രീതിയിലാണ് വരിക. അപ്പൊ ചിലപ്പോൾ റെപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ താഴെ ഒരു ബെഡ്റൂം ആണെങ്കിൽ അതിന്റെ എൻറ്റയർ മുകളിൽ ചിലപ്പോൾ ബെഡ്റൂം വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പേസ് വരാം. ഇപ്പൊ വേറെ ഏതെങ്കിലും സ്പേസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് റൂം സൈസസ് ആയിരിക്കും. അപ്പൊ റൂം സൈസ് ചിലപ്പോ ഒരു 3 മീറ്റർ ബൈ 3 മീറ്റർ റൂമിന്റെ മുകളിൽ 2 റൂംസ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. 1.5ന്റെ 2 റൂംസ് അല്ലെങ്കിൽ 1.5ന്റെ 2 ടോയ്ലറ്റ്സ് ആണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കൂടെ ഇപ്പോ ആ 1.5ൽ ഒരു വാള് പോകുന്നുണ്ടായിരിക്കുമല്ലോ. ആ വാള് എന്ന് പറയുന്നത് ലോഡാണ് അതിന്റെ തൊട്ട് താഴെയുള്ള റൂമിന്റെ. അപ്പൊ അതിന്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു ബീം വേണം. അതിന്റെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു സ്പാൻ റൺ ചെയ്യാനായിട്ട് ഒരു ബീം വേണം. സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലെങ്ത്. അപ്പോ ആ സംഭവത്തിന് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബീം കൊടുക്കുന്നത്. ആ ബീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ലേറ്റർ ഓൺ നമ്മൾ കോളം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ് ബീം, എന്താണ് കോളം, എന്താണ് ലിൻഡൽ എന്നൊക്കെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ബാക്കി അതിന്റെ MCQs എന്താന്നുള്ളത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹലോ സാർ. ഹലോ പറയൂ. സാർ, ഇത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റുമോ? വൈറ്റ് ആക്കാൻ പറ്റുമോ? ജസ്റ്റ് എ സെക്കൻഡ്, ഒരു മിനിറ്റ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.
ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയാം. ഇപ്പൊ വൈറ്റ് ആയിട്ടല്ലേ കാണുന്നത്? ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, ഇതിപ്പോ നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങളുടെ ഫ്രണ്ട്സും സീനിയേഴ്സും എഴുതിയോണ്ട് അവർ എഴുതിയതിൽ ചില ഓപ്ഷൻസ് ഉൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. മേ ബി ജസ്റ്റ് ഡോണ്ട് റെഫർ MCQസിന്റെ ഓപ്ഷൻസ് എന്താന്നുള്ളത് നോക്കണ്ട കേട്ടോ. അപ്പൊ ഇതിനകത്ത് അവർ കളർ ഓഫ് വെൽബൈറ്റ് ബ്രിക്ക് എന്താന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ടെറാക്കോട്ട, ഹോളോ ബ്രിക്സ്, സിമെന്റ് വോൾ, റെഡ് ബ്രിക്സ് എന്നൊക്കെയാണ്. അപ്പൊ മേ ബി ചിലപ്പോൾ കളർ മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും MCUല്. അപ്പൊ അതിന്റെ കൂടെ വേറെ ബ്രിക്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോ ഇതിന്റെ ആൻസർ ബേസിക്കലി വരുന്നത് ടെറാക്കോട്ടയാണ്. അപ്പോ ജസ്റ്റ് നോ ദാറ്റ് എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഒരു നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ലെവലിൽ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ വിച്ച് വൺ ഓഫ് ദ ഇമേജ് റെപ്രസെന്റ്സ് ദ ബാർക്ക് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഏതാന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട്, അപ്പൊ നമ്മൾ എന്താ ട്രങ്ക് ഓഫ് എ ട്രീന്റെ വുഡ് മെറ്റീരിയൽ നമുക്കറിയാം, അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള മെറ്റൽ ക്യാപ്പ് വിച്ച് ഇസ് ടൈറ്റ് ഓൺ ദ നെക്ക് ഓഫ് എ ബോട്ടിൽ. ഹലോ, ഒന്ന് പോസ് ചെയ്യും. ഞാനിപ്പോ ഒരു PDF ഒന്നും കൂടി ഒരെണ്ണം അയച്ചുതരാം, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ശരി ശരി ശരി, ഞാൻ ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ മീൻ ടൈം ഇഫ് യു ഹാവ് എനി ക്വയറീസ് ചോദിക്കാം. സാർ, ആ 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് വന്നൊന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പറയും, പിന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറയൂ. ക്വസ്റ്റ്യൻസ് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കൂടുതലും ഓരോരുത്തരുടെ രീതി. ഇപ്പൊ എനിക്ക് അവിടെ ടെസ്റ്റ് സെന്ററിൽ കുട്ടികൾ വന്ന് ചെയ്തേക്കുന്ന കണ്ടിട്ടുള്ളത്, അവര് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ ഡ്രോയിങ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്.
അതായത് നിങ്ങൾക്കിപ്പോ ചിലര് സിമ്പിൾ ആയിട്ട് ഉള്ള പാറ്റേൺസ് വെച്ച് ചെയ്യുമ്പോൾ ഐഡിയ കൺവേ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യമുള്ളത്, ആർക്കിടെക്ചറിലായിക്കോട്ടെ ഇനി എന്ത് കരിയർ ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾ കൂടുതലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്കിൽ, മോർ ലൈക്ക് ഹൗ യു യൂസ് ഇറ്റ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ എല്ലാത്തിലും ഇമ്പോർട്ടന്റ്. ഇപ്പൊ തീരെ വരയ്ക്കാൻ അറിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ കൂടെ ഈ പറയുന്ന ഐഡിയ പ്രോപ്പർ ആയിട്ട് കൺവേ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവം നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ഇപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാല്, ഞാൻ എന്താ പ്രൊസീജിയർ എന്ന് എനിക്ക് പറയാനുള്ള പ്രൊവിഷൻ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഡ്രോയിങ് ക്വസ്റ്റ്യൻ അവിടെ എത്തുന്ന ആ ഒരു പ്രൊസീജിയറിൽ നിങ്ങളുടെ ഡ്രോയിങ് അവിടെ എത്തുന്നത് വളരെ ലോ ക്ലാരിറ്റിയിലുള്ള കുറച്ച് ഇമേജസ് ആയിട്ടാണ് അവിടെ എത്തുക. അവിടെ എത്തുന്ന സമയത്ത് നിങ്ങളിപ്പോ എത്ര മറ്റേ ഭയങ്കര ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾ അത്ര ഷെയ്ഡ് ചെയ്ത് നിങ്ങൾക്കിപ്പോ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കും ആ ഒരു ഡ്രോയിങ് പാർട്ടിൽ. പക്ഷെ വൺസ് ഇതെല്ലാ ഇമേജസും വളരെ ചെറിയ ക്വാളിറ്റിയിൽ അവിടെ അപ്ലോഡ് ആയി പോകുന്ന സമയത്ത് ഹാർഡ്ലി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുക, എത്ര നിങ്ങൾ എഫേർട്ട് ഇട്ടാലും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഐഡിയ വൺസ് കൺവേ ആയി എന്ന് വിചാരിച്ചോ, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ട്, അപ്പൊ ആ ഒരു അതിലാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അല്ലാതെ നോട്ട് ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഐഡിയ നന്നായി കൺവേ ആവുന്നില്ല, പക്ഷെ നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് ഭയങ്കര ഷെയ്ഡൊക്കെ ചെയ്ത് വേറെ ലെവലാക്കിയിട്ട് നിങ്ങൾ സംഭവങ്ങൾ ഇതെല്ലാം അപ്ലോഡ് വരച്ച് വെച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന ഐഡിയ പാർട്ട് പ്രോപ്പർ ആയിട്ട് കൺവേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക്, ഈ പറയുന്ന കുട്ടിക്ക് അധികം വരയ്ക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ കൂടെ അവർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതിപ്പോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഡ്രോയിങ് ക്വസ്റ്റ്യന്റെ കാര്യം അത് തന്നെയാണ്. നിങ്ങൾ ആ പറയുന്ന ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിക്കുക, ക്വസ്റ്റ്യൻ എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവം അതിൽ ചെയ്തു വെക്കുക. അപ്പൊ അതിന് നിങ്ങളിപ്പോ കൂടുതലും ടേക്ക് ദ അൺട്രാവൽഡ് റോഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. നിങ്ങൾക്കിപ്പോ ഒരു ഇതിനെല്ലാത്തിനും ഉദ്ദേശം നിങ്ങൾക്കൊരു കാഷ്വാലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ മേ ബി ജസ്റ്റ് ട്രൈ ഇംപ്രസിങ് ദം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി പെർസീവ് ചെയ്തിട്ട് അത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്താ ആ ഒരു ഡൗട്ട് മാറിയെന്ന് വിചാരിക്കും. വേറെ ആരെങ്കിലും? ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റീസെന്റ് നാഷണൽ പ്രൊജക്ട്സിന്റെ ഒരു PDF ഫയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് നമുക്ക് ഈ സമയം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ പ്രസന്റേഷൻ? യെസ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് റീസെന്റ് നാഷണൽ പ്രോജക്ട്സിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് രാജസ്ഥാൻ സ്കൂൾ ആണ്. രാജസ്ഥാൻ സഞ്ജയ് പൂരി ആർക്കിടെക്ട്സിന്റെ ആണ് ഈ രാജസ്ഥാൻ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ
ഞാനിപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത പോലെ തന്നെ ആ ഒരു നമ്മൾക്ക് കൂടുതലും ഈ പറയുന്ന ബിൽഡിങ്സും ആർക്കിടെക്ട്സിന്റെയും ഫോട്ടോ ലെവൽ ഐഡന്റിഫിക്കേഷൻ ആണ് ഒരുവിധം മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അതിനെപ്പറ്റി കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഷെയ്ഡഡ് വാക്ക് വേണം. അപ്പൊ അതിനെ പറ്റിയിട്ട് കുറച്ച് 2-3 പോയിന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഷെയ്ഡഡ് ടൈപ്പ് ഓഫ് വാക്ക് വേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡെസേർട്ട് ക്ലൈമറ്റ് ആണ് ആ ഒരു സ്ഥലത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ രാജസ്ഥാൻ സ്കൂളിലുള്ളത്. സഞ്ജയ് പൂരി ആർക്കിടെക്ട്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നന്ദയാൽ ടെമ്പിൾ ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സിഗരറ്റ്സ് ഒക്കെ ഇല്ലേ, സിഗരറ്റ്സ് ഫുർണാമു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെ ആ ഒരു ബിൽഡിംഗ് പാറ്റേണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഈ പറയുന്ന നന്ദിയാൽ ടെമ്പിൾ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലുള്ളത്. അപ്പോൾ സമി പദോറ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമാണ് ഈ പറയുന്ന ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഹിന്ദു ടെമ്പിൾ കോംപ്ലക്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഒരു സക്സസ് ആവാൻ കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടുവന്നിട്ടുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ടെമ്പിൾ ഡിസൈനിൽ നിന്ന് വിട്ടിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് ആണ് ഇതിനൊന്ന് ഐക്കോണിക് ആയിട്ടും ഈ പറയുന്ന ഒന്ന് മറ്റേ ലൈക്ക് ഇറ്റ് ഗോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് റെസിഡൻസ് 1065 ചാണ്ഡീഗറിലുള്ളതാണ്. ഇപ്പൊ ചാണ്ഡീഗറിനെ പറ്റി പറയുമ്പോ എന്താണ്, ചാണ്ഡീഗർ സിറ്റി പ്ലാനിങ് ആരായിരുന്നു ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? എനിവൺ? ചാണ്ഡീഗർ സിറ്റി പ്ലാനിങ് റിമെമ്പർ, നമ്മൾ റോഡിനെയൊക്കെ പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രസന്റേഷനിൽ? ടൈപ്സ് ഓഫ് റോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ നാറ്റ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങൾ. ചാണ്ഡീഗർ സിറ്റി പ്ലാനിങ് ആരാ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട സമയം കഴിഞ്ഞു. എനിവൺ? ഓക്കെ, ലീ കോർബസിയർ ആണ് ചാണ്ഡീഗർ സിറ്റി പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് ഉണ്ടായിരുന്നത്. പുള്ളി ഒരു ഫോറിൻ ആർക്കിടെക്ട് ആണ്. ലീ കോർബസിയർ എന്ന് പറയുന്നത് ഗ്രിഡ് പാറ്റേണിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 7 ലെവൽ റോഡ് സിസ്റ്റംസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ആർട്ടീഷ്യൻ റോഡ്, ഹൈവേസ്, അങ്ങനെ കുറെ റെസിഡൻസിനകത്തുള്ള റോഡുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ അസംബ്ലി ഹാളിന്റെ കാര്യങ്ങളൊക്കെ ഇമേജസ് ഒക്കെ കഴിഞ്ഞ വട്ടം കാണിച്ചു തന്നതാണ്, ഫേമസ് ഇന്ത്യൻ ബിൽഡിങ്സിലൊക്കെ. അപ്പൊ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇങ്ങനത്തെ മേജർ ആയിട്ടുള്ള ടൗണുകൾ, അർബൻ പ്ലാനേഴ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാം കേട്ടോ. ലെറ്റ്സ് കം ബാക്ക് ടു അവർ ടോപ്പിക്. റെസിഡൻസ് 1065 എന്ന് പറയുന്നത് ചാണ്ഡീഗറിലുള്ളതാണ്. ചാർജ്ഡ് വോയ്സ് അതായത് എന്ന് പറയുന്ന ഒരു ഫേമാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലേക്ക് ഓബസ്, പിന്നെ ഇതിലും പറഞ്ഞിട്ടുണ്ട് ലേക്ക് ഓബസിയറിന്റെ വർക്കിനെ ഡയറക്റ്റ് റെഫറൻസ്. ഇപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എലമെന്റ് ഒക്കെ ഇല്ലേ, കേർവ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റിന്റെ വാളുകൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കോൺക്രീറ്റിന്റെ ഈ ഷേപ്പുകൾ, ഇതൊക്കെ ലേക്ക് ഓബസിയറിന്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിന്റെ ഐക്കോണിക് ഷേപ്സ് ആണ്. ഈ അസംബ്ലി ഹാളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേഴ്സർ ഇരിക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെ, അല്ലെങ്കിൽ അതിന്റെ ഗ്രിഡ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് വിസിബിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് ലൈക്ക് നമ്മുടെ ചാർജ് വോയ്സ് ഈ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ടെറാമീറ്റർ ആണ്. അപ്പൊ ടെറാമീറ്റർ അമൃത്സറിലാണ്, വാസ് ബൈ റെനീസ. അപ്പം ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ് ഈ റെനീസ എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും ഒരു ഈ പറയുന്ന മെറ്റീരിയൽസിന്റെ ഒരു മെറ്റീരിയൽ മ്യൂസിയം പോലത്തെ ഒരു ഷോറൂമിന്റെ പോലത്തെ ഒരു പാറ്റേണിൽ ചെയ്തതാണ്. അപ്പോ ജസ്റ്റ് നോ ദിസ് പ്രൊജക്ട്. ഇനി അടുത്തത് കൈല റെസ്റ്റോറന്റ് ഇൻ മുംബൈ ആണ് വരുന്നത്. കൈല റെസ്റ്റോറന്റ് ഇൻ മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ ഈ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള അങ്ങനെ ഓരോരോ പാറ്റേൺ യൂസ് ചെയ്തിട്ടും അങ്ങനെ ഒക്കെയാണ്. ഒരു സ്കൈ സ്ക്രേപ്പർ ലെവല് ലോധ വൺ സ്കൈ സ്ക്രേപ്പർ, അതായത് ഹൈ റൈസ് ബിൽഡിങ്ങിലാണ് ഈ പറയുന്ന റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പ് ആണ്. കിച്ചണിനെ പറ്റി പറയുമ്പോൾ അഗെയിൻ നാറ്റയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് ക്ലൗഡ് കിച്ചൺ എന്താ, ഓപ്പൺ കിച്ചൺ എന്താ, ടൈപ്സ് ഓഫ് കിച്ചൺ പാറ്റേൺസ് കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ജസ്റ്റ് നോ ദിസ് ബിൽഡിംഗ്. ഈ ഇമേജ് കണ്ടു കഴിഞ്ഞ കാര്യം. പിന്നെ വേറൊരു കാര്യമുള്ളത്, അത്രയും ഡെപ്തിലൊന്നും അങ്ങനെ കൂടുതലും ഒരു പോയിന്റ് വരയ്ക്കും അത്രയും ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് വരിക. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോർ അബൌട്ട് യുവർ അപ്ഡേഷനെ പറ്റി ടെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം.
മോർ ലൈക്ക് ആരാണ് റീസെന്റ് പ്രിറ്റ്സർ പ്രൈസ് വിന്നർ, ആരാണ്, ഏത് ബിൽഡിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്, ഇപ്പൊ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പേർക്ക് പ്രിറ്റ്സർ പ്രൈസ് കിട്ടി, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കാം. അതായത് ഇപ്പൊ ഏതെങ്കിലും ആർക്കിടെക്ചറിന്റെ ഒരു ലെവലില് വാട്ട് വാസ് എ റീസെന്റ് നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺട്രിബ്യൂഷൻ ടു വേൾഡ് അല്ലെങ്കിൽ നാഷണൽ ആർക്കിടെക്ചർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇപ്പോ മോർ ലൈക്ക് ഇപ്പോ സിഒയിൽ ഇപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഗവൺമെന്റ് ഇപ്പോ റൂളിംഗ് പാർട്ടീന് അതിനെ ഫേവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ റീസെന്റ് ആയിട്ട് മന്ദിരമൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോ മന്ദിറിനെ പറ്റിയിട്ട് ഇപ്പോ നമ്മുടെ രാം മന്ദിർ ഉണ്ടാക്കിയില്ലേ, രാം മന്ദിറിന്റെ ആർക്കിടെക്ട് ആരാന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. അപ്പൊ അങ്ങനത്തെ ഇപ്പോ ഈ നമ്മുടെ നാഷണൽ ലെവലിൽ നമ്മളൊരു ഇന്ത്യൻ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് റീസെന്റ് കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ എനി ഇന്ത്യൻ ആർക്കിടെക്ട് ഹു ഹാസ് വൺ ഫോറിൻ അവാർഡ്, അത് ഏതൊക്കെയാണ്, റീസെന്റ് ഫേമസ് ആയിട്ടുള്ള ഫോറിൻ അവാർഡ്സ് വിൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ബിൽഡിംഗ് ടെക്നിക്സോ കാര്യങ്ങളോ ഏതൊക്കെ പേറ്റൻസി എടുത്തിട്ടുള്ള ആർക്കിടെക്ട്സ് ഉണ്ടോ, എന്താണ് ആ പേറ്റൻസി. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മറ്റേ ബക്മിനിസ്റ്റർ ഫുള്ളർ, ആളുടെ മറ്റേ ഈ ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ഉണ്ട്, ഹെക്സഗൻ ഷേപ്പ് ആയിട്ടുള്ള, അപ്പൊ അതൊക്കെ ആളുടെ ഒരു സ്റ്റൈലാണ്. അതിനൊക്കെ പറ്റി ചോദ്യങ്ങൾ വന്നേക്കാം. പിന്നെ അനാലിറ്റിക്കൽ ലെവലിലും പിന്നെ ആൻസറിങ് ക്വസ്റ്റ്യൻസിൽ വേർട്ടിസസ് കൗണ്ട് ചെയ്യുക. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഐസോമെട്രിക് വ്യൂ, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, സൈഡ് വ്യൂ, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ബിൽഡിംഗ് ആണ് നരേൻതാല തക്കുദാലൻ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ സ്റ്റുഡിയോ ആണ്. ഒരു എബിൻ ഡിസൈൻ സ്റ്റുഡിയോ ചെയ്തിട്ടുള്ള ഒരു എബിൻ ഡിസൈൻ സ്റ്റുഡിയോ ചെയ്തിട്ടുള്ള ഒരു ഹിന്ദു ടെമ്പിൾ ആണ്, തെറ്റിപ്പോയി, സോറി കേട്ടോ. അതായത് എബിൻ ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫേമിന്റെ പേരാണ്. ദിസ് വാസ് ആക്ച്വലി എ ടെമ്പിൾ. അപ്പോൾ നമ്മൾ നേരത്തെയും ഒരു ടെമ്പിൾ കണ്ടല്ലേ, അതായത് നന്ദയാൽ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നെയും ഒരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ബട്ട് ദിസ് വാസ് ടോട്ടലി ഔട്ട് ഓഫ് ദ ബോക്സ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ടെമ്പിളിന്റെ ഒരു ബിൽഡിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി ചെയ്യാനുള്ളത്. അതായത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോ ചോദ്യം വന്നേക്കാം വാട്ട് ഇസ് ദിസ് ബിൽഡിംഗ് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഈ ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് വാസ് എ ഫോട്ടോ ഓഫ് ദ ടെമ്പിൾ. ഇതിന് പുറത്ത് ഇങ്ങനെ ഒരു മറ്റേ ഡിവൈൻ ക്ലോത്ത്സിൽ നിൽക്കുന്ന ഒരാളുടെ ഫിഗർ കാണുമ്പോൾ ഓക്കെ റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരാം. അപ്പൊ ചിലപ്പോൾ MCQ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു ടെമ്പിൾ ആണെന്ന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ലോജിക്കും മറ്റേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വേണം. അറിയില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ എന്താന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഓഫീസ് ഇൻ കാർഡ്ബോർഡ്, അഗെയിൻ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഞാൻ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പിന്നെ മഡ് സ്കൂൾ ഡൽഹി സോഷ്യൽ ഡിസൈൻ കൊളാബറേറ്റീവിന്റെ ആയിട്ട് ലോ കോസ്റ്റും സസ്റ്റൈനബിൾ ആർക്കിടെക്ചറും ഫോളോ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സ്കൂളിന്റെ ഒരു ഡിസൈൻ ആണ്. അപ്പൊ അതിന്റെ വേറെ ഇമേജസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബ്രൗസ് ആൻഡ് സീ. പിന്നെ ബോഡി സ്റ്റോർ ബൈ രുചിക സച്ദേവ്. അപ്പോ അതിന്റെയും വേറെ ഇമേജസ് കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടും ഒരു മോണോക്രോം കളർ സ്കീം കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് മിനിമം നമ്പർ ഓഫ് കളേഴ്സ് വെച്ചിട്ട് അത്രയും ഒരു ഗ്രാൻഡ്യൂർ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഡൽഹിയിലാണുള്ളത്. പിന്നെ മുംബൈ ആർട്ടിസ്റ്റ് റിട്രീറ്റ് അലൈബാഗിൽ വരുന്നത് ബൈ ആർക്കിടെക്ട് പ്രിയോ. അപ്പൊ അതിനെങ്ങനെയാണ് സ്റ്റിൽറ്റില് റേസ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഒരു റസ്റ്റഡ് ലുക്ക് ആണ് ആ മൊത്തം ബിൽഡിംഗ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലൈക്ക് അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത്. സ്റ്റീല്, ബാംബു അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ വരുന്നത്. ദീസ് ആർ ഫ്യൂ ഓഫ് ദ ബിൽഡിങ്സ്. ഓക്കെ, ഇനി പറയാനുള്ളത് ആരെങ്കിലും എന്തെങ്കിലും? someone has asked a doubt. How do we get the admit card? അഡ്മിറ്റ് കാർഡ് സിഒന്റെ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയ പ്രൊസീജിയർ സാധാരണ എന്തായിരുന്നു പ്രൊസീജിയർ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാൻ? എക്സാം എങ്ങനെയാണ് കിട്ടുക കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ആ കാര്യങ്ങളിലൊന്നും എന്റെ ഡിപ്പാർട്ട്മെന്റ് വരാത്തോണ്ട് ഇവിടെ ഉള്ള കുട്ടികളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയവർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? നേറ്റയുടെ പേജിൽ ലോഗിൻ ചെയ്താലേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിൻ പേജിൽ യൂസർ പേജ്. പക്ഷെ സാർ ഞങ്ങൾക്കൊക്കെ ലോഗിൻ ചെയ്യാനാ പറഞ്ഞേ, സൈനപ്പ് ചെയ്യാനും നെക്സ്റ്റ് ഒക്കെ എടുക്കാനുള്ളത് ചെയ്യാൻ പറഞ്ഞേ.
അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ആ ഉണ്ട്. എന്നിട്ട് മറ്റേ രജിസ്ട്രേഷൻ ഒക്കെ അയച്ച് അതെല്ലാം ചെയ്ത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. സൈനപ്പിന്റെ മുകളിൽ ലോഗിൻ ഉണ്ടാവല്ലോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് കേട്ടോ, ഒരു കോള് വരുന്നുണ്ട്. ജസ്റ്റ് സെക്കൻഡ്, ഇപ്പൊ വരാം. ഓക്കെ, സോറി. അപ്പൊ എന്തായിരുന്നു പറഞ്ഞത്? നാറ്റന്റെ പേജിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്? യെസ് സർ. അങ്ങനെ പറ്റായിക ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോ എന്നാ രജിസ്റ്റർ ചെയ്തത്? സാറേക്ക് ഈ ഇഷ്യൂ വന്നായിരുന്നു. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതില് നാറ്റ 2024 രജിസ്ട്രേഷൻ എന്നുള്ള പേജ് ഉണ്ട്. അതിലെടുത്ത് കഴിഞ്ഞാൽ സൈനപ്പും ലോഗിനും ഉണ്ട്. അതിൽ ലോഗിൻ അമർത്തിയിട്ട് നമ്മുടെ ഇമെയിൽ ID പാസ്വേഡും സെക്യൂരിറ്റി കോഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേജ് വരും, നമ്മുടെ ഒരു യൂസർ പേജ്. ഇപ്പൊ എനിക്ക് ആരോ ഒരു ലിങ്ക് ഇപ്പോ മെസ്സേജിൽ സ്റ്റെഫിൻ ആ സർ. അയച്ചിട്ടുണ്ട്. അതായത് ആഫ്റ്റർ ലോഗിങ് ഐ എം ഗെറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫ്രം നോട്ട് ദ അഡ്മിറ്റ് കാർഡ്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും 24/7 നമ്മുടെ ഈ പറയുന്ന നാറ്റന്റെ ഇത് ജെഇന്റെ എക്സാമിനേഷൻ ആയിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അല്ല ഈ സർ, പറയുന്ന ഞാൻ ചോദിച്ചത് നാറ്റയുടെ അഡ്മിറ്റ് കാർഡാ. ഓക്കെ ഓക്കെ. ഇപ്പൊ സ്റ്റെഫിൻ അയച്ചിട്ടുള്ളത് ജെഇന്റെ പേജ് ആണല്ലോ. ഇത് ജെഇ മെയിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളുടെ പ്രൊസീജിയറാണ്. സി, ഒരു കാര്യമുള്ളത്, നാറ്റയുടെ അഡ്മിറ്റ് കാർഡിന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ സിഒന്റെ ഒരു ടീം 24/7 നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനിരിക്കുന്നുണ്ട്. കൈയോടെ ഈ പറയുന്ന ക്വറി ഒന്ന് അവരുടെ കോൺടാക്ട് പേജിൽ പോയിട്ട് മെയിൽ അയച്ചിട്ടും ഈ ക്വറി പറഞ്ഞു നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങൾ വെക്കുക. എന്നിട്ട് ഇതാണ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ക്വറി കൈയോടെ ചെയ്യാം. അപ്പോൾ അതില് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്നാ നാറ്റ എക്സാം വരാൻ പോകുന്നതെന്നൊന്നും അറിയുന്നില്ല. സാറേ, ഞാനിപ്പോ ഒരു ലിങ്ക് ഇട്ടുണ്ട്, അതിൽ കയറിയാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആണോ? അപ്പൊ ഇതില് മറ്റേ ഓക്കെ, ഇതില് കുറച്ച് ഇമെയിലും പാസ്വേഡും ഒക്കെ, അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ whoever that is, ഈ പറയുന്ന ലിങ്ക് ഒന്ന് കയറിയിട്ട് ശ്വേതല്ലേ ചോദിച്ചത്? അപ്പൊ ഇയാള് തന്നെ ഒന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കി നോക്കും. ഈ പറയുന്ന ലിങ്കിൽ തന്നെ കയറി ആപ്ലിക്കേഷൻ നമ്പറും തന്റെ ഇമെയിൽ നാറ്റയ്ക്ക് അന്ന് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും പിന്നെ അപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും അപ്പൊ ജനറേറ്റ് ആയി വന്നിട്ടുള്ള ഇപ്പുറത്തുള്ള സെക്യൂരിറ്റി കോഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് സപ്പോർട്ട് ടീം എന്ന് പറഞ്ഞിട്ട് nata_exam2024@gmail.com എന്ന് പറഞ്ഞിട്ട് അവർ ആ പേജിൽ തന്നെ ഒരു സപ്പോർട്ടിന്റെ ഒരു മെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയാൻ പറ്റും. ഇനിയിപ്പോ അങ്ങനത്തെ അത് കൂടാതെ തന്നെ അതിൽ റേസ് സബ്മിറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റേർഡ് മെയിൽ ID, കോൺടാക്ട് നമ്പർ, ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എറർ ഇൻ രജിസ്ട്രേഷൻ പോർട്ടൽ, പേയ്മെന്റ് ഇഷ്യൂ, റിക്വസ്റ്റ് ഓഫ് കാർഡ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ക്ലിക്ക് ചെയ്തിട്ട് തനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും അത് ഉണ്ടായിരിക്കും. അത് നേരത്തെ തന്നെ ചെയ്തോളൂ. സർ, നമുക്കിപ്പോ കുറെ ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡ് ഇട്ടില്ലല്ലോ. ഇപ്പൊ 21st ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 days മുന്നേ. ഓക്കെ. അങ്ങനെ തന്നെ ആയിരിക്കും, 2 days മുന്നേ. അപ്പൊ നിങ്ങൾ അപ്പൊ കാര്യം എന്തായാലും നേരത്തെ കിട്ടും. കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിലാണല്ലോ ഏതാണ് എക്സാം സെന്റർ, നിങ്ങൾക്ക് ഏത് പ്രിഫേർഡ് എക്സാം സെന്റർ കൊടുക്കുമല്ലോ, അത് ഏതാ വരണമെന്നൊക്കെ അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് 2 days മുന്നേ ആ കാര്യങ്ങൾ കിട്ടും. ഇല്ല, ആപ്ലിക്കേഷൻ ഫോം ഇസ് ഡിഫറെന്റ്, യുവർ അഡ്മിറ്റ് കാർഡ് ഇസ് ഡിഫറെന്റ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനകത്ത് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ യൂസർ നെയിം ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളുടെ അവർ ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ.
ഓക്കെ, നിങ്ങളുടെ നാറ്റ പേപ്പർ വന്നിട്ടുണ്ട്, നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചും കൂടെ ആ ഒരു പ്രോപ്പറായിട്ട് റിഫൈൻ ചെയ്തിട്ടുള്ള പേപ്പറാണ്. ഇതിനകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും കൈയോടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊന്നും ഇനി ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇതിൽ നമ്മുടെ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ലോ വാൾ ഓഫ് 1 meter is made up of a roof or a floor is known as എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ പാരപ്പറ്റ് തന്നെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനെപ്പറ്റി അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്താ കാര്യം എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് അഗെയിൻ കളർ വെൽ ബ്രേക്ക് ബ്രിക്ക്, കളർ ഓഫ് എ വെൽ ബ്രേക്ക് ബ്രിക്ക് എന്താന്നുള്ളതാണ്, ടെറാക്കോട്ട എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഇമേജ് റെപ്രസെന്റ്സ് എ ബാക്ക് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്താണ് എ ആണെന്നുള്ളത് വിസിബിൾ ആണ്. പിന്നെ അടുത്ത മെറ്റൽ ക്യാപ്പ് which is tied on the neck of a bottle, why is it open when it is warming എന്നുള്ളത്. അപ്പം when heated metal cap expands and get loose, when heated the metal cap break, when heated the metal cap expand and the bottle break. അപ്പോൾ അങ്ങനെ പല ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? എക്സ്പാൻസ്, അതായത് തെർമൽ എക്സ്പാൻഷൻ നടന്നിട്ട് ഈ പറയുന്ന ക്യാപ്പ് ഹീറ്റഡ് ആയി അത് വലുതാവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വലുതാവുന്ന സമയത്ത് ആ ടൈറ്റ്നെസ് കാര്യങ്ങൾ, അതിന്റെ ഫ്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് ഈസിലി ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷനാണ് വരുന്നത്. അപ്പൊ എ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് ചൂസ് ദ കറക്റ്റ് ആൻസർ വിച്ച് ഇസ് സിമിലർ ടു ടെറിഫിക്. അപ്പൊ ഹൊറിബിൾ, മിനിറ്റ്, വണ്ടർഫുൾ, അതുപോലെ ഇൻസിഗ്നിഫിക്കൻറ്റ് എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോ വാട്ട് ഇസ് ടെറിബിൾ, ടെറിബിളിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീനിങ് എന്താണ്, അത് ചൂസ് ചെയ്യാം. ഇറ്റ് ഗോസ് വിത്ത് ഹൊറിബിൾ. പിന്നെ ജന്തർ മന്ദർ എന്ന് പറയുന്ന ഇനി അടുത്ത ചോദ്യം ജന്തർ മന്ദർ ആണ്. അപ്പൊ ജന്തർ മന്ദർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജന്തർ മന്ദർ നമ്മുടെ ന്യൂഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ജന്തർ മന്ദർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു, അതായത് ജന്തർ മന്ദറിന്റെ ബേസിക് മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹെവനിലുള്ള ഹാർമണി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ ഒരു മീനിങ് ആണ് നമ്മുടെ ജന്തർ മന്ദറിന് ബേസിക്കലി വരുന്നത്. അപ്പൊ അതിൽ ചോദിച്ചിട്ടുള്ളത് ടൂംബാണ്, റിമെമ്പർ, ഒബ്സർവേഷൻ, ഷൈൻ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ബേസിക്കലി ഇതിൽ ആൻസർ മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. ഐ ജസ്റ്റ് ചെക്ക് ഇറ്റ് ആൻഡ് സീ, ജസ്റ്റ് എ സെക്കൻഡ്. ജന്തർ മന്ദറിന്റെ ആൻസർ ബേസിക്കലി അതൊരു ഷ്രൈൻ ആണ്. ജന്തർ മന്ദർ എന്ന് പറയുന്നത് അതൊരു റിലീജിയസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്ട്രുമെന്റ്സ് മെഷർ ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ പറയുന്ന കാര്യം ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ ജന്തർ മന്ദർ വരുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ അല്ലേ വരിക അപ്പൊ അതില്? മോർ ലൈക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യാനുള്ള അതൊരു റിലീജിയസ് സംഭവമാണ്. മേ ബി അതിന്റെ ആൻസർ മോർ ലൈക്ക് എനിക്കൊരു ഷൈൻ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ കാര്യങ്ങള്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെ ജന്തർ മന്ദിറിന്റെ നെയിമാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് മെഷർ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഈ കാര്യങ്ങള് മറ്റേ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ എന്നുള്ളൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്.
എന്ന് വെച്ച് അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളല്ല അതിനകത്തുള്ളത്. ഇതെല്ലാം ബേസിക്കലി അതൊരു അവരുടെ ഒരു റിലീജിയസ് പ്രാക്ടീസ് ആണ്. അപ്പോൾ മോർ ലൈക്ക് അതിനൊരു ഷൈൻ ആയിട്ടാണ് ഇറ്റ്സ് ബെറ്റർ കൺസിഡേർഡ്. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒബ്സർവേറ്ററീസ് ഉണ്ട്, പ്ലാനറ്റോറിയംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോ ചില വ്യൂ പോയിന്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ടെലിസ്കോപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ലേ, ആ സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒബ്സർവേഷൻ ടവറുകളായിട്ട് പറയാം. CN ടവർ ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുന്ന നമ്മുടെ ഹൈ റൈസ് ബിൽഡിങ്സ് വേറെ ഉള്ള സ്കൈ സ്ക്രൈപ്പേഴ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ മുകളിൽ റേഡിയോ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒബ്സർവേഷൻ ടവേഴ്സ് ആണ്. മോർ ലൈക്ക് ഐ സജസ്റ്റ് ഇതിനെ കൂടുതലും ഷൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് അതിനൊരു റിലീജിയസ് ബിഹേവിയർ ഉള്ളത് കൊണ്ട്. പിന്നെ മന്ദിർ ഇസ് ബേസിക്കലി ടെമ്പിൾ. ഓക്കെ, ക്ലിയർ ആയോ? പക്ഷെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇറ്റ്സ് എൻ ഒബ്സർവേഷൻ കാണിക്കണം. ആണോ? ഉം. ഞാനൊന്ന് റീചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ ഒന്ന്, ജന്തർ മന്ദറിന്റെ എങ്ങനെയാണ്, ഒബ്സർവേഷൻ ആണോ ഷൈൻ ആണോ എന്നുള്ളത്? ഓക്കെ സർ. ഓക്കെ, വിൽ ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ ഹോൾഡ്. അതായത് ജന്തർ മന്ദറിന്റെ മറ്റേ ഒബ്സർവേഷൻ ടവർ ആണോ ഷൈൻ ആണോ എന്നുള്ളതൊന്ന് റീചെക്ക് ചെയ്തിട്ട് ഐ ജസ്റ്റ് ഇൻഫോം. ഇനി അടുത്തത്, recess or a small room connected to a large room is known as banquet hall, corridor, suite and alcove. ആൽക്കോവ് ആണ് അതിന് ആൻസർ വരുന്നത്. അപ്പൊ ഇങ്ങനെ റിസർച്ച് വാൾസ് കാര്യങ്ങളൊക്കെ കൂടുതലും ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ നിങ്ങളുടെ മറ്റേ ക്യുബ്ല വോളൊക്കെ വരുന്ന ആ ഒരു ഏരിയ കാര്യങ്ങളില്ലേ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ലൈക്ക് ആ പാർട്ടും കൂടെ, പാർട്സ് ഇൻസൈഡ് മോസ്ക് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ബ്രൗസ് ചെയ്തിട്ട് ആ ഡേറ്റാസ് ഒക്കെ കാര്യം ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഇസ് ദ റീസൺ ഫോർ വെയറിങ് വൈറ്റ് ക്ലോത്ത്സ് ഇൻ സമ്മർ? വൈറ്റ് ക്ലോത്ത്സ് ഇൻ സമ്മർ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് മോർ ലൈക്ക് ഇപ്പോ വൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഈ പറയുന്ന ഹീറ്റ് ഇല്ലേ, ഹീറ്റ് തീരെ അബ്സോർബ് ചെയ്യില്ല. ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സ്പെക്ട്രത്തില് ഇപ്പൊ വി ഹാവ് ദിസ് വാട്ട് യു സേ വിബ്ജിയോർ നമ്മൾ നോക്കിയിട്ടില്ലേ? വിബ്ജിയോറിൽ സംതിങ് വിച്ച് ഇസ് കമ്മിങ് ബിഫോർ റെഡിനെ നമ്മൾ ഇൻഫ്രാറെഡ് എന്നും, വാട്ട് ഇസ് കമ്മിങ് ആഫ്റ്റർ വയലറ്റിനെ അൾട്രാ വയലറ്റ് എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, ഇതെല്ലാം കൂടുതലും നമ്മുടെ വേവ് ലെങ്ത് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു വിസിബിൾ വൈറ്റ് ലൈറ്റ് ഉണ്ട്. ആ വൈറ്റ് ലൈറ്റിൽ, ആ ഒരു വിസിബിൾ സ്പെക്ട്രത്തിൽ ഓരോ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് എമിറ്റ് ചെയ്യുന്നതിന് കൂടിയിട്ടാണ് നമുക്ക് ഈ കളേഴ്സ് വിസിബിൾ ആവുന്നത്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ +2 പാർട്ട്. അപ്പം when it comes to white color, what white color do is ഇത് ഏറ്റവും കുറവ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ യു മൈറ്റ് ഹാവ് സീൻ സർട്ടൻ വീഡിയോസ് നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്യും അല്ലെ, ഓരോ എന്തുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ ഈ സമ്മർ സീസണിൽ യൂസ് ചെയ്യണം പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു ബലൂൺ എക്സ്പെരിമെന്റ് ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഹീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ബലൂണും ഒരു ബ്ലാക്ക് ബലൂണും വെച്ച് കഴിഞ്ഞാൽ ഹൗ ഈ പറയുന്ന റേഡിയേഷനെ ഈ പറയുന്ന ബലൂൺ അബ്സോർബ് ചെയ്തിട്ട് അതെങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യുന്നു പെട്ടെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വൈറ്റ് കളർ കുറച്ചും കൂടെ സസ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ മോർ ലൈക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ലോക്കൽ ക്ലൈമറ്റ് ഓഫ് ഡെസേർട്ട് റീജിയൻ. ഡെസേർട്ട് റീജിയനിൽ വരുന്ന ക്ലൈമറ്റ് ഏതാ? ഹോട്ട് ആൻഡ് ഡ്രൈ, ഹോട്ട് ആൻഡ് എയറി, ഹോട്ട് ആൻഡ് കൂൾ, ഹോട്ട് ആൻഡ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് ആൻഡ് ഡ്രൈ ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ എത്ര ക്ലൈമറ്റ്സ് വരുന്നുണ്ടെന്ന് നോക്കണം അല്ലെ. നമുക്ക് കുറെ, ക്യാൻ സമ്മൺ സേ വാട്ട് ഇസ് ദ ക്ലൈമറ്റ് ഓഫ് കേരള? നമുക്ക് ട്രോപ്പിക്കൽ മൺസൂൺസ് എന്ന മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്നാണ് നമ്മൾ ജനറലി പറയുക. നമുക്ക് കുറെ ക്ലൈമറ്റ്സ് ഉണ്ട്. അതായത് ഈ പറയുന്ന വാം ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉണ്ട്, ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ് ഉണ്ട്, കോമ്പോസിറ്റ് ക്ലൈമറ്റ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന മൗണ്ടൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ മോഡറേറ്റ് ക്ലൈമറ്റ് ഉണ്ട്. അങ്ങനെ കുറെ ക്ലൈമറ്റ്സ് വരുന്നുണ്ട്. നമ്മുടെ ട്രോപ്പിക്കൽ അതായത് ചിലർ വാം ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് പെടുന്നതെന്നും പറയും നമ്മുടെ. പക്ഷെ നമുക്ക് ടു ബി പ്രിസൈസ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ട്രോപ്പിക്കൽ മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ് നമ്മുടെ വരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കുറെ ന്യൂസുകൾ കണ്ടല്ലോ.
പാലക്കാട് ചൂട് കൂടി വരുന്നു, ഓരോ ദിവസവും ഓരോ ടെമ്പറേച്ചർ ആണ് വരുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ റീസെന്റ് പാലക്കാട് ഇന്നൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള 45 ഡിഗ്രീസിന് അബവ് ഉള്ള ക്ലൈമറ്റ് ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തുകൊണ്ടാണ് പാലക്കാട് ഇത്ര ചൂട് വരുന്നത് എന്നുള്ള കാരണം അറിയോ? ക്യാൻ സമ്മൺ എന്തെങ്കിലും ഗസ് ചെയ്യാൻ അറിയോ? ഐ മീൻ എനി സജഷൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം പാലക്കാടിന് ഇത്ര ചൂട് വരുന്നത്? എനിവൺ? നമുക്ക് എന്തോ മൗണ്ടൻ റേഞ്ചസ് ഉള്ളതുകൊണ്ട് അതെ, അതായത് കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ റീസൺ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ടല്ലേ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അറേബ്യൻ സീന്റെ അവിടെയായിട്ട് നമുക്ക് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് പോകുന്നുണ്ട്. ഈ വെസ്റ്റേൺ ഗട്ട്സ് പോകുന്ന സമയത്ത് പാലക്കാടിന്റെ അവിടെ എത്തുന്ന സമയത്ത് വി ഹാവ് പാലക്കാടിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ പാലക്കാടിൽ വരുന്നുള്ള ഗ്യാപ്പ് കാരണം എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള കോയമ്പത്തൂർ ഉണ്ടല്ലോ, കോയമ്പത്തൂരിന്റെ ക്ലൈമറ്റ് ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലേ, ഹൗ ഡസ് എ വിൻഡ് ഒറിജിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഹോട്ട് എയർ റൈസസ് അപ്പ്. അപ്പോൾ ഹോട്ട് എയർ മുകളിലേക്ക് ഡെൻസിറ്റി കുറഞ്ഞിട്ട് മുകളിലേക്ക് പോകുമ്പോൾ കോൾഡ് എയർ അതിന്റെ സ്പേസ് ഫില്ല് ചെയ്യും. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കാട് ഗ്യാപ്പിൽ കൂടെ കാറ്റ് വരും. ഈ കാറ്റ് വരുന്നത് കോയമ്പത്തൂരിന്റെ ക്ലൈമറ്റിനെ ചെയ്യും. അപ്പൊ കോയമ്പത്തൂരിൽ ഓട്ടോമാറ്റിക്കലി കൂൾ ക്ലൈമറ്റ് ആവുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഹോട്ട് ക്ലൈമറ്റ് തന്നെ എല്ലാം കൂടി നമ്മുടെ പാലക്കാട്ടിലോട്ട് വരും. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഗ്യാപ്പ് കാരണം പാലക്കാടിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ബേസിക്കലി പാലക്കാടിന്റെ ചൂട് വരാനുള്ള ചാൻസ് ഉള്ളത്. ഈ വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഒരു ഗ്യാപ്പാണ് ഈ സംഭവം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ക്ലൈമറ്റിനും ഓരോ റീസൺസ് ഉണ്ട്. മൗണ്ടൻ റേഞ്ചിനുള്ള ക്ലൈമറ്റിന് മൗണ്ടൻസ് അതിന്റെ ഒരു റീസൺ ആണ്. അതുകൊണ്ടാണ് അതിന് മൗണ്ടൻ ക്ലൈമറ്റ് വന്നത്. വാം ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന സമയത്ത് ചൂടാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ദ ലെവൽ ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് ഹൈ. അപ്പൊ അതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അതിന് വാം ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോതുണ്ട്. കോമ്പോസിറ്റ് കൂടുതലും നമ്മുടെ മെട്രോ സിറ്റീസ് ആയിട്ടുള്ള ബാംഗ്ലൂർ, ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ കോമ്പോസിറ്റ് ക്ലൈമറ്റ് കൂടുതലും കണ്ടിട്ടുള്ളത്. കോമ്പോസിറ്റ് മോഡറേറ്റ് ക്ലൈമറ്റ്സ് ഒക്കെ കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചോദ്യം വാസ് ലൈക്ക് എന്താണ് ലോക്കൽ ക്ലൈമറ്റ് ഓഫ് ഡെസേർട്ട് റീജിയൻ? അത് ഹോട്ട് ആൻഡ് ഡ്രൈ ആണ്. ഇനി വിച്ച് ഓഫ് ദീസ് സെയിം മീനിങ് ആസ് എയറി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ MCQs ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ മേ ബി അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ഐ ജസ്റ്റ് ട്രൈ ഡിസ്കസിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇപ്പൊ എയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? അതായത് കുറെ കാറ്റ് വരുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. ലോട്ട്സ് ഓഫ് ഫ്രഷ് എയർ അല്ലെങ്കിൽ ബ്രീസി ക്ലൈമറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അതിൽ MCQ വന്നിട്ടുണ്ടായിരിക്കാം. അൺഫോർച്ചുനേറ്റ്ലി MCQസിന്റെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. മേ ബി യു വിൽ ഗെറ്റ് എൻ അപ്ഡേറ്റഡ് PDF. ഓക്കെ, എന്താ അർത്ഥം എന്നുള്ളതൊന്നും അറിഞ്ഞിരുന്നു. വിച്ച് ഇസ് ദ ബെസ്റ്റ് മെറ്റീരിയൽ ഫോർ വെയറിംഗ് ഇൻ ചെന്നൈ ക്ലൈമറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ കോട്ടൺ, സിൽക്ക്, ജൂട്ട്, ബനാറസി. അപ്പോ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോറി ഫോർ ദ ഡിലേ. ഇവിടെ ഒരു നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. യാ, അപ്പോ ഈ നമുക്കിപ്പോ കോട്ടൺ ക്ലോത്ത്സ് ആണ് ജനറലി നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് കോട്ടൺ ക്ലോത്ത്സ് ആണ് നല്ലതെന്ന് പറയല്ലേ. അപ്പൊ ഇതിന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ക്ലോത്ത്സ് എന്താണ് ബ്രീത്തബിൾ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇങ്ങനത്തെ ഈ കുറെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് മേക്സ് യു ഫീൽ ബെറ്റർ ഈ ഓരോ ചൂട് കൂടുന്ന സമയത്തിൽ. പിന്നെ അതുപോലെ ഈ ജനറലി നമുക്ക് കൂടുതലും കോട്ടൺ ക്ലോത്ത്സ് കുറച്ച് ലൂസ് ഫിറ്റിംഗ് ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ ജനറലി പ്രിഫർ ചെയ്യുക അല്ലേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അഗെയിൻ നമുക്ക് എയർ സർക്കുലേഷൻ നമ്മുടെ ഡ്രസ്സും ബോഡിയും തമ്മിൽ ഉണ്ടായിരിക്കും.
വുള്ളൻ ക്ലോത്ത്സ് എന്തുകൊണ്ടാണ് കോൾഡ് ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്നത്? അപ്പൊ അതിൽ അധികം ലെസ് എയർ സർക്കുലേഷൻ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഹീറ്റിനെ പുറത്തേക്ക്, ഹ്യൂമൻ ബീയിങ് ഇസ് എ പേഴ്സൺ ഹു വർക്ക്സ് ബേസ്ഡ് ഓൺ നമ്മുടെ മെറ്റബോളിസം അല്ലെ. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഹീറ്റ് ഡിസിപ്പേഷൻ ആണ് നടക്കുന്നത്. ഇപ്പൊ കോൾഡ് ക്ലൈമറ്റിൽ നമ്മൾ വുള്ളൻ ക്ലോത്ത്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് പുറത്ത് എസ്കേപ്പ് ആവാതെ വൂൾ ജസ്റ്റ് മെയിൻറ്റെയിൻ ഇറ്റ്സ്. അറ്റ് ദ സെയിം ടൈം പുറത്തുള്ള തണുത്ത ക്ലൈമറ്റ് ഉള്ളിലേക്ക് വരാതെയും നമ്മുടെ വുള്ളൻ ക്ലോത്ത്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ഹിയർ, കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എയർ സർക്കുലേഷൻ അലൗ ചെയ്യും. അപ്പൊ അങ്ങനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് എ മാത്ത് ക്വസ്റ്റ്യൻ അല്ലേ. മാത്ത് ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഡീൽ വിത്ത് യുവർ മാത്സ് സർ. ഇനി അടുത്തത് മിറർ ഇമേജ് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The mirror image of a clock shows 8:45. What is its actual time of the clock എന്നുള്ളത്. അപ്പൊ 8:45 എന്ന് പറയുന്ന സമയത്ത് എന്താണ്, സ്മോളർ ഹാൻഡ് 8ലും ലാർജർ 1:45 ഉണ്ടായിരിക്കുക. അപ്പോ ഓട്ടോമാറ്റിക്കലി അതിനെ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് 8ന്റെ സംഭവം 3ലും പിന്നെ 45ന്റെ സംഭവം 15ലും ആയിട്ട് വരും. അപ്പോൾ ടൈം വുഡ് ബി 8:45 എന്നുള്ള വരും. ഐ മീൻ 3:15 എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തത് മിസ്സിംഗ് നമ്പർ കാര്യങ്ങൾ 520 ഫോളോയിങ് ദ സീരീസ് കാര്യങ്ങളായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 520, 2462 അനാലിറ്റിക്കൽ ആൻസറിങ്. ഞാൻ ഇതിന്റെ ആൻസർ വരുന്നത് അഗെയിൻ ഇതിൽ ആൻസർ കൊടുത്തിട്ടില്ല. 520, 24, 628 എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. മോർ ലൈക്ക് what would be the pattern? Let me see. ഞാൻ നോക്കട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് മോർ ലൈക്ക് ഐ തിങ്ക് there's an error in that question അല്ലേ. എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് ആ ക്വസ്റ്റ്യൻ. ഇറ്റ് ഡസന്റ് ഫോളോ ഒരു ഡിഫറെന്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള പാറ്റേൺ. എനിക്ക് ഈ ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു സ്റ്റഡി മെറ്റൽ അത്ര റിഫൈൻഡ് ആയിട്ടല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ ഐ ട്രൈ ഡിഫറെന്റ് തിങ്സ്. അതായത് ഇപ്പൊ 25 ഡിഫറൻസ് നോക്കാൻ നോക്കി, അല്ലെങ്കിൽ 24-20 ഡിഫറൻസ് നോക്കാൻ നോക്കി, അല്ലെങ്കിൽ 6-24 ഡിഫറൻസ് നോക്കാൻ നോക്കി, അല്ലെങ്കിൽ ഇപ്പോ മേ ബി 5 and 6 റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ 20 and 2 റിലേറ്റഡ് ആണോ, 24ഉം 8ഉം റിലേറ്റഡ് ആണോ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഫോളോസ് ഒരു ഡിഫറെന്റ് പാറ്റേൺ. എന്തോ ഒരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ എറർ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് പ്രൊവൈഡഡ്. അപ്പോ ഐ ഹോപ്പ് യു ഗെറ്റ് എ ബെറ്റർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുന്നുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത് ഞാൻ പിന്നെ പറഞ്ഞത് എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് പേപ്പർ, നിങ്ങളുടെ റഫ് പേപ്പർ ബെൻഡ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനുള്ള പാറ്റേൺ ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് അഗെയിൻ വരച്ച് നോക്കാം ഈ പറയുന്ന വോയിഡ്സ് ഫില്ല് ചെയ്തിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണ്. പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ പറയുന്ന രണ്ട് സൈഡ്സിനും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് ഉണ്ട്. കവർ ആവണം, കവർ ആവാത്തപ്പോ നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ബാക്കി 3 പാർട്സിൽ കവർ ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഒരു ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഗോ വിത്ത് ദ പാറ്റേൺ എന്നാണ് പറയുന്നത്. പിന്നെ ഐഡന്റിഫൈ ദ മെറ്റീരിയൽ ഷോൺ എന്നാണ്. ഇത് കൂടുതലും സ്റ്റീൽ ചെക്ക് പ്ലേറ്റ് വരുന്നുണ്ട്, കോപ്പർ പ്ലേറ്റ് വരുന്നുണ്ട്, അലൂമിനിയം ഫോയിൽ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ചില സ്റ്റെയർസിനും സ്റ്റീൽ ഷീറ്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, മെറ്റൽ ഷീറ്റ്സ്, അതാണ് അവിടെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ റഫ് പേപ്പറിൽ നിന്ന്
ഈ പറയുന്ന നിങ്ങൾക്ക് പെന്നോ പെൻസിലോ ഉണ്ടായിരിക്കില്ലേ, ഈ പറയുന്ന ഒരു പാറ്റേൺ എടുക്കുക, ഈ പറയുന്ന ഹോള് പഞ്ച് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ഇറ്റ് ആൻഡ് സീ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആൻസർ കിട്ടും. അപ്പൊ അങ്ങനത്തെ ട്രിക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് പിന്നെ അഗൈനും ദർ ആർ എ കപ്പിൾ ഓഫ് MCQ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദം. വേണമെന്നുണ്ടെങ്കിൽ ചിലത് നമുക്കൊന്ന് ഡീൽ ചെയ്ത് നോക്കാം. അതായത് മാത്സ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. So square is divided into equal parts by two lines joining the opposite corners of which is formed. അപ്പം let's see. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു സ്ക്വയറിനെ ഇപ്പൊ ഇവര് ചോദിച്ചിട്ടുള്ളത്, ഒരു സ്ക്വയറിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഒരു സ്ക്വയറിനെ 2 ലൈൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 2 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കോർണേഴ്സിനെ ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? വിൽ ഗെറ്റ് എ പാറ്റേൺ. ഇതിൽ വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് പെയിന്റ് എടുത്ത് വരയ്ക്കാം. നമുക്ക് ആ ചോദ്യം എങ്ങനെയാ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Is it visible? No, sir. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു സ്ക്വയറിനെ, ദിസ് ഇസ് യുവർ സ്ക്വയർ, നമ്മളൊരു സ്ക്വയറിനെ വരച്ചു. ഈ സ്ക്വയറിനെ 2 ലൈൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ 2 ലൈൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് കോർണേഴ്സിനെ ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ആ 2 ലൈൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള, ദിസ് ഇസ് എ സ്ക്വയർ, സ്ക്വയറിന്റെ സെന്ററിൽ കൂടെയാണ് ഇത് പോകുന്നത്. അപ്പൊ ദിസ് സൈഡ് ഇസ് ഹാഫ് ഓഫ് ദിസ് സൈഡ്, ദിസ് സൈഡ് ഇസ് ഹാഫ് ഓഫ് ദിസ് സൈഡ്. അപ്പൊ ഇത് എന്താ വരുന്നത്? 4 ഫിഗേഴ്സും എന്താ? റൈറ്റ് ട്രയാങ്കിൾസ് അല്ലേ? റൈറ്റ് 45 ഡിഗ്രി വന്നിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. Is that question clear? ക്ലിയർ ആയോ? Yes, sir. ഓക്കെ, അപ്പൊ അതാണ്. ഓക്കെ, കുറെ ഞാൻ ഇടയിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ ഇൻകോൾ മെസ്സേജസ് ചെക്ക് ചെയ്തില്ല. അതിനകത്ത് എന്താ, ഐ എം ഓൾസോ ഗെറ്റിംഗ് സം ആപ്ലിക്കേഷൻ ഫോം പ്രോബ്ലി ബിക്കോസ് ഇറ്റ്സ് നോട്ട് യെറ്റ് ടൈം ഫോർ ദ അഡ്മിറ്റ് കാർഡ് ടു ബി റിലീസ്. 2 or 3 ഡേയ്സിലാ, 2 or 3 ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ജസ്റ്റ് ക്രോസ് ചെക്ക് വിത്ത് COA. ആ ഇൻഫർമേഷൻ ഡെസ്കിലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആൻഡ് കട്ടായിട്ട് നിങ്ങൾക്ക് സോൾവ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ടെൻഷനും കാര്യങ്ങളൊന്നും ആവാനില്ല. കാര്യം എൻറ്റയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വിങ് തന്നെ നിങ്ങളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് COA സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ നാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യം മറ്റേ ഇഷ്യൂസ് സോൾവ് ആയി കിട്ടും കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് മെയിൻറ്റെയിൻ? മെയിൻറ്റെയിൻ്റെ ഓപ്പോസിറ്റ് ഇസ് എന്താ? ഡിസ്റിഗാർഡ്, പ്രിസർവ്, പ്രൊട്ടക്ട്, കീപ്പ് ഇൻ ടച്ച്. അപ്പൊ ഇതിന്റെ ഡിസ്റിഗാർഡ് ആണ് ആൻസർ വരുന്നത്. പക്ഷെ ഐ ഡോണ്ട് നോ വൈ ആൻസർ ഇസ് മാർക്ക്ഡ് ആസ് മറ്റേ കീപ്പ് ഇൻ ടച്ച് എന്നുള്ളത്. ഇതില് ആക്ച്വലി ഇതെനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ ഐ ഡിഡ്ന്റ് ഡു ദിസ് മെറ്റീരിയൽ. എനിക്ക് എന്തുകൊണ്ടാണ് ഇതില് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഒരു നമ്മുടെ നാറ്റ ഒരു രീതിയിലും ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളോ ഐ മീൻ
ടെസ്റ്റ് നാറ്റ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രീവിയസ് കുട്ടികൾ ചോദിച്ചിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള പേപ്പേഴ്സും വെച്ചിട്ടും അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുമാണ് ഈ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇഫ് അറ്റ് ഓൾ ഇങ്ങനത്തെ വല്ല ഹ്യൂമൻ എറർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാതെ ജസ്റ്റ് ഒമിറ്റ്. കാര്യം അൾട്ടിമേറ്റ്ലി നമുക്ക് ചോദ്യം കിട്ടിയല്ലോ, വാട്ട് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് മെയിൻറ്റെയിൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതിന് ആൻസേഴ്സ് നോക്കണ്ട, ബാക്കി പാർട്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുക. അതായത് കൺസിഡർ ഇങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്രാവശ്യത്തെ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ട് ലൈക്ക് ജസ്റ്റ് തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ വല്ല എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഇഫ് അറ്റ് ഓൾ യു ആർ ഫൈൻഡിങ് സം മിസ്റ്റേക്സ് ഇൻസൈഡ് ദിസ് മെറ്റീരിയൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് പഠിക്കുക. ഇഫ് അറ്റ് ഓൾ ഡൗട്ട് വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് ആൻഡ് സീ എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, പിന്നെ കുറച്ച് ഐ തിങ്ക് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മേ ബി ബെറ്റർ നോട്ട് ഡീൽ വിത്ത് ഈ ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് സ്റ്റഡി ആയിട്ട് ഒന്ന് നോക്കിക്കോ. നമുക്ക് ഈ ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് വിൽ ജസ്റ്റ് ഗോ ടു ഐസോമെട്രിക് വ്യൂ. ഐസോമെട്രിക് വ്യൂവിൽ വരുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം അല്ലേ, ഇപ്പോ ഷാഡോ അല്ലേ എന്തോ ക്വസ്റ്റ്യൻ ഷാഡോന്റെതല്ലേ? ഷാഡോ എങ്ങനെ വരുന്നു? ഇത് ക്വസ്റ്റ്യൻ ഇത് ഐസോമെട്രിക് വ്യൂ അല്ല അല്ലേ, ഷാഡോ ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി. ഞാനും ആലോചിക്കായിരുന്നില്ലേ ഏതെങ്കിലും വ്യൂസ് ആണോ എന്ന് വിചാരിച്ചിട്ട്. ഫൈൻ ദ കറക്റ്റ് ഷാഡോ. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ നോക്കുന്ന സമയത്ത് ഷാഡോ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന ഇവിടുന്ന് ഓപ്പോസിറ്റ് സോഴ്സ് ചെയ്യുന്ന ഒരു ലൈറ്റ് വരുമ്പോൾ നമുക്ക് എന്താണ് ഹോളോ ആയിട്ടുള്ള ഷേപ്പുകൾ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റ് വീഴാത്ത ഫേസിൽ ഏതാണോ അതിന്റെ ഷാഡോ ആണ് ജനറലി വരിക. അപ്പൊ നോക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാസ്റ്റ് ആവുന്ന ഷാഡോ ഈ പറയുന്ന ഈ ഒരു ഇപ്പൊ കേഴ്സർ ഇരിക്കുന്ന ആ ഒരു ഫേസ് ആയിരിക്കും ഇവിടെ വരിക അല്ലെ. പിന്നെ ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഷാഡോ എന്ന് പറയുന്നത് നമുക്ക് ഈ സൈഡ് വരില്ല. ഈ കുഞ്ഞ് ഇപ്പോ ഇവിടുത്തെ ഷാഡോ ഇവിടെയാണ് കാസ്റ്റ് ആവുക ടോപ്പ് ഫേസിൽ അല്ലെ. അതുപോലെ ഈ ഒരു വിഡ്ത്ത് ഈ ഒരു ഷേപ്പിലാണ് കാസ്റ്റ് ആവുക. വെൻ ഇറ്റ് കംസ് ടു ഹിയർ ഇറ്റ്സ് ബേസിക്കലി ഒരു റെക്ടാംഗിൾ ഷേപ്പ്. ആ റെക്ടാംഗിൾ ഷേപ്പും ഇതും ഈക്വൽ ആയ സാഹചര്യത്തിൽ ആ ഒരു റെക്ടാംഗിൾ ഫേസ് ഇവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോ എ അല്ല, ചാൻസസ് ഓഫ് ബി ടു ഹാപ്പൻ ആർ മോർ. പിന്നെ ചാൻസസ് ഓഫ് ഡി, പക്ഷെ സിന്റെ കാര്യം വരുന്ന സമയത്ത് സിയില് ഇതിന്റെ ഷാഡോ ഇവിടെ വീണിട്ടില്ല, അപ്പൊ സി ഈസ് റോങ്. സെയിം ഗോസ് വിത്ത് ഡി. അപ്പൊ ഇതിന്റെ ആൻസർ ഇസ് ബേസിക്കലി ബി. ഓക്കെ, ഇസ് ദർ എനി ഡൗട്ട്? നോ സർ. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിലാണ് നിങ്ങൾ ഷാഡോ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. അതായത് എറേഴ്സ് വരും. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതലും ഇങ്ങനത്തെ എക്സാംസ് വരുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് അത്രയും ആൻസർ ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഷാഡോ വീഴും അവിടെ ഷാഡോ, അപ്പോൾ മോർ ലൈക്ക് ഹാവ് എ പീസ്ഫുൾ അല്ലെങ്കിൽ ഒരു കാം മൈൻഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂർ സമയമുണ്ട്, ഇഷ്ടം പോലെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റിൽ ഇട്ടിട്ട് രണ്ടാമതൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ തീരാവുന്ന ഇഷ്യൂസ് ഉള്ളൂ ഇതിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ എനിവേസ് നോക്കിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ്. താങ്ക് യു. Thank you.